ഇവിടെ എഴുതി കിട്ടിയ ഒരു ചോദ്യം ഞാൻ ഇവിടെ വായിക്കുകയാണ്. അപ്പോഴേക്കും അടുത്ത ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആളുകൾ ഇവിടെ ഈ സീറ്റിലേക്ക് വന്നിരിക്കുക, ഫ്രണ്ടിലേക്ക് വന്നോളൂ. ഇവിടെ കിട്ടിയൊരു ചോദ്യം ഞാൻ അതുപോലെ വായിക്കുകയാണ്, അവരെഴുതി അതുപോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു എന്നത് ഖുർആനിലെ സൂറത്ത് ഇസ്രാ, സൂറത്ത് ഫുർഖാൻ വചനങ്ങളിൽ എതിരാണെന്ന് പറഞ്ഞ് നെട്ടോട്ടം വിറളി പിടിച്ച് ഓടി നടക്കുന്ന വിഘടിത മർക്കസു ദഅവക്കാർക്ക് പ്രസ്തുത ആയത്തുകളിൽ അങ്ങനെയൊരു പരാമർശം ഉണ്ടോ ഒന്ന് വിശദീകരിക്കണം. മുജാഹിദ് പ്രവർത്തകർ ഇത് സദസ്സിൽ നിന്ന് സ്റ്റേജിലേക്ക് കൊടുത്തയച്ച അതുപോലെ ഞാൻ വായിച്ചതാണ്. അതിന് ഫൈസൽ മൗലവി ചുരുക്കി മറുപടി പറയും. അപ്പോഴേക്കും അടുത്ത ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആളുകൾ അവിടെ വന്നിരിക്കും. ഏതായാലും മറുപടിക്ക് മുമ്പ് ചെറിയൊരു കാര്യം എന്നെയും നിങ്ങളെയും ഒക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, മതം എന്നത് ഗുണകാംക്ഷയാണ്. അതുകൊണ്ട് നമ്മുടെ ചോദ്യമാണെങ്കിലും ഉത്തരമാണെങ്കിലും ഒക്കെ പദപ്രയോഗങ്ങൾ ഏറെ പ്രാധാന്യമുള്ളതാണ്. ചോദ്യകർത്താവിൻ്റെ വികാരമായിരിക്കാം ഒരു പക്ഷേ അതിൽ പല പ്രയോഗങ്ങളും പ്രയോഗിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. അവർ ഇഖ്ലാസ് നമ്മൾ മാനിക്കുന്നു, പക്ഷേ അത്തരം ചില പദങ്ങൾ എപ്പോഴും നമ്മൾ ഒഴിവാക്കലാണ് നമുക്ക് ഏറ്റവും നല്ലത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ യഹൂദികൾ സിഹ്ർ ചെയ്തു. ഇമാം ബുഖാരി, മുസ്ലിം അടക്കമുള്ള ഒട്ടുമിക്ക ഹദീസ് പണ്ഡിതന്മാരും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ച ഒരു ഹദീസാണ് അത്. സ്വഹീഹ് ബുഖാരിയിൽ 6 തവണ ആവർത്തിച്ച ഹദീസ് വന്നിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിലും ആ ഹദീസ് ഒരു തവണ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റു ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങളിൽ ആ ഹദീസ് സ്വഹീഹായ പരമ്പരയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട്. യഹൂദികളായ ആളുകൾ പ്രവാചകർക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കൂടിയാലോചിക്കുകയും അവസാനം സിഹ്ർ ചെയ്യാൻ തീരുമാനിക്കുകയും ലബീദ് ഇബ്നു അഅ്സം എന്ന് പറയുന്ന സിഹ്റിൽ അഗ്രഗണ്യനായ ഒരാളെ കണ്ട് അയാളുമായി കരാറുണ്ടാക്കി അയാൾ ആവശ്യപ്പെട്ട പണം അയാൾക്ക് കൊടുക്കാൻ തയ്യാറായി. അങ്ങനെ അയാൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അവരൊക്കെ സംഘടിപ്പിച്ചു കൊടുത്ത് അതുവഴി അവർ സിഹ്ർ ചെയ്തു. ഇതാണ് അതിൻ്റെ ആശയം. ആ സിഹ്റിൽ പ്രവാചകർക്ക് ചില സ്വാധീനങ്ങൾ ഉണ്ടായി എന്ന് അല്ലാഹു തആല ജിബ്രീലിനെയും മീകായിലിനെയും പറഞ്ഞയച്ചുകൊണ്ട് നബി തങ്ങളെ അറിയിച്ചു. എന്താണ് പ്രതിവിധി എന്നും അല്ലാഹു തആല ഈ 2 മലക്കിലൂടെ തന്നെ നബി തങ്ങൾക്ക് അറിയിപ്പ് നൽകി. ആ അറിയിപ്പ് പ്രകാരം നബി തങ്ങൾ പ്രാവർത്തികമാക്കി. അതോടെ ആ ഒരു പ്രയാസം അവസാനിക്കുകയും ചെയ്തു. ഇത് പ്രവാചകരുടെ ഒരു വലിയ നുബുവത്തിന് അടയാളമായിട്ടാണ് പണ്ഡിതന്മാർ ഇതിനെ ചൂണ്ടിക്കാണിച്ചത്. ഇത് ഖുർആൻ എതിരാണ് എന്ന് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അലാമാത്തുൻ നുബുവ, ഇമാം ബൈഹഖി റഹിമഹുല്ലാഹ് ഒരു കിതാബുണ്ട്, ദലായിലുൻ നുബുവ എന്ന കിതാബിന്റെ പേര്. അഥവാ നബിതങ്ങൾ നബിയാണ് എന്നതിനുള്ള തെളിവുകൾ മാത്രം ക്രോഡീകരിച്ച ഒരു ഗ്രന്ഥമാണ് ദലായിലുൻ നുബുവ. നബിയുടെ പ്രവാചകത്വത്തിന് തെളിവായി ചൂണ്ടിക്കാണിക്കാവുന്ന ജീവിതത്തിലെ സംഭവങ്ങളെ ഹദീസ് വെച്ചുകൊണ്ട് അദ്ദേഹം അതിൽ പഠിപ്പിക്കുകയാണ്. ആ ദലായിലുൻ നുബുവയിൽ ഇമാം ബൈഹഖി ഈ ഹദീസ് കൊണ്ടുവന്നു. നബിയുടെ നുബുവത്തിന് പ്രവാചകത്വത്തിന് തെളിവായിക്കൊണ്ട് നബിക്കെതിരെ സിഹ്ർ ചെയ്തുവെന്ന സംഭവത്തെ ഇമാം ബൈഹഖി കൊണ്ടുവരുന്നു. അതെങ്ങനെ തെളിവാവുക? അഥവാ നബിതങ്ങളുടെ എതിരാളികളുടെ വാദം നബിതങ്ങൾ സാഹിറാണ്, സിഹ്ർ ചെയ്യുന്ന ആളാണ്, പൈശാചിക സേവയുള്ള ആളാണ് എന്നാണ് നബിയെക്കുറിച്ച് അവർക്കുള്ള ആക്ഷേപം. സാഹിറിന് ഒരിക്കലും സിഹ്ർ ബാധിക്കുകയില്ല. സാഹിറിന് ഒരിക്കലും സിഹ്ർ ബാധിക്കുകയില്ല. അപ്പൊ നബിക്ക് സിഹ്ർ ബാധിച്ചു എന്ന് വന്നാൽ നബി സാഹിർ അല്ല എന്ന് തെളിഞ്ഞു. സാഹിർ അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന അത്ഭുതങ്ങളൊക്കെ എങ്ങനെയാണ് അപദൈവികമാണ് എന്ന് ഉറപ്പായല്ലോ. അപ്പൊ നബി നബിയാണ് എന്നതിന് ഒരുപാട് തെളിവുകൾ പറഞ്ഞ കൂട്ടത്തിൽ തെളിവായിട്ടാണ് ഇമാം ബൈഹഖി റഹിമഹുല്ലാഹ് ഈ സംഭവത്തെ ചൂണ്ടിക്കാണിച്ചത്. ലോകത്ത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ ഒരാളെങ്കിലും ഈ ഹദീസ് ഖുർആനെതിരാണ് എന്നോ ഈ ഹദീസ് പരസ്പരം വൈരുദ്ധ്യമാണ് എന്നോ തൗഹീദിനെതിരാണ് എന്നോ ഇത് നബിക്കൊരു കുറച്ചിലാണ് എന്നോ ഇത് അസ്വീകാര്യമാണ് എന്നോ
ലോകത്ത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ 14 കാലമായി ഒരാളും പറഞ്ഞിട്ടില്ല. നബിയിൽ നിന്ന് 7 സ്വഹാബിമാർ വഴിക്ക് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ധാരാളം പരമ്പരകളിൽ അത് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. സ്വഹീഹും ദഈഫും ഒക്കെയായ വ്യത്യസ്തങ്ങളായ പരമ്പരകൾ അതിന് വന്നിട്ടുണ്ട്. ആ പരമ്പരകളെ മാത്രം ക്രോഡീകരിച്ച് ഗ്രന്ഥങ്ങൾ പോലും എഴുതിയ ആളുകൾ ലോകത്തുണ്ട്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹി ഇബ്നു ഖയ്യിം ഒക്കെ വളരെ വിശദമായി ഈ ഹദീസുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ നൽകിയിട്ടുമുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, ചില ജാഹിലുകളിതാ ഇപ്പോൾ ഈ ഹദീസിനെ നിഷേധിക്കാൻ മുന്നോട്ട് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സാദുൽ മആദ് എന്ന കിതാബിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ചർച്ചയ്ക്ക് തുടക്കമിട്ടു തന്നെ. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീസുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ച കൊണ്ടുവരുന്നുണ്ട്. നബവി ഇമാമിന്റെ ശർഹ് മുസ്ലിമിൽ വിശദമായി ചർച്ചയുണ്ട്. ആധുനിക കാലത്തുള്ള സലഫി ലോകത്തെ പണ്ഡിതന്മാർ ഇത് പറയാത്തവർ ആരുമില്ല എന്ന് തന്നെ പറയാം. ഒരാള് പോലും ഈ സംഭവം ഖുർആനെതിരാണ് എന്ന് പറഞ്ഞില്ല, അസ്വീകാര്യമാണെന്ന് പറഞ്ഞില്ല, ലഈഫാണെന്ന് പറഞ്ഞില്ല. സ്വഹീഹ് ബുഖാരിയിലെ ചില ഹദീസുകൾക്ക് വിമർശനം ഉന്നയിച്ച ലോകപ്രസിദ്ധരായ ഹദീസ് പണ്ഡിതന്മാർ പോലും ഈ ഹദീസിന് വിമർശനം ഉന്നയിച്ചില്ല. മാത്രമല്ല, ഇത് ശരിയാണെന്ന് അംഗീകരിക്കുകയും നബിയുടെ നുബുവ്വത്തിനുള്ള തെളിവായി പോലും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തുവെങ്കിൽ അതിനെ തള്ളിക്കളയുന്ന ആളുകൾ ആ ഹദീസിന് ശരിയായ വിവക്ഷയെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് നമുക്ക് അവരെ കുറിച്ച് പറയാനുള്ളത്. ഈ ഹദീസുകൾക്ക് മുൻഗാമികൾ കൊടുത്ത അർത്ഥം എന്താണ്? അഹ്ലുസുന്ന എങ്ങനെയാണത് നോക്കിക്കണ്ടത്? സ്വഹാബിമാർ എങ്ങനെയാണ് ഇതേക്കുറിച്ച് പറഞ്ഞത്? താബിഈങ്ങൾ എന്താണ് ഇതേക്കുറിച്ച് പറഞ്ഞത് എന്നൊക്കെ അന്വേഷിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ അത്ര വലിയ നിഷേധത്തിന്റെ കുഴിയിലേക്ക് അവർ ചെന്ന് ചാടുമായിരുന്നില്ല. അതുകൊണ്ട് അത്തരം സഹോദരങ്ങൾ ഈ ശബ്ദം ഇപ്പോഴോ ഇനി പിന്നീടോ കേൾക്കുകയാണെങ്കിൽ അവരോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ ആത്മാർത്ഥമായി നിഷ്പക്ഷമായി ആ ഹദീസിനെ ശരിയായ ഹദീസ് പണ്ഡിതന്മാർ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് എന്ന ഒരു ശരിയായ അന്വേഷണത്തിൽ നിങ്ങൾ തയ്യാറായാൽ തന്നെ നിങ്ങൾക്കതിൽ കാര്യം ബോധ്യമാകും. അവനവന്റെ സ്വന്തം വ്യാഖ്യാനങ്ങൾ ആദ്യമേ ഉണ്ടാക്കി വെച്ച നിലപാടുകൾക്കനുസരിച്ചല്ല ഹദീസുകളെ ആയത്തുകളെ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഏറ്റവും ചുരുക്കി അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ഒരു ചോദ്യം ചോദിക്കണമെന്ന് വിചാരിച്ച് വന്നതല്ല, പക്ഷേ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും കേൾക്കുന്ന ആളുകൾക്കും ഉപകരിക്കുമെന്ന് വിചാരിച്ച് ചോദിക്കുകയാണ്. ഒരു പഠിതാവാണ്. അനുവദിക്കുമെങ്കിൽ 3 ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതല്ല എങ്കിൽ ഒരു ചോദ്യത്തിൽ അവസാനിപ്പിക്കാം. ഒന്നാമതായി ചോദിക്കാനുള്ളത്, നമ്മുടെ പള്ളികളിൽ അധികമായി കാണപ്പെടുന്ന ഒരു സംഭവം അഥവാ വിത്റിലെ കുനൂത്ത് സാധാരണയായി കാണപ്പെടാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ പഠനത്തിൽ എനിക്ക് ചെറിയ രൂപത്തിൽ മനസ്സിലായത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംഭവം സുനൻ അബീ ദാവൂദിൽ കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയും കുനൂത്ത് ഓതി എന്നുള്ളത് സുനൻ ഇബ്നു മാജ അതിലും കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അതിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാൽ ഇമാം അൽബാനി റഹ്മഹുല്ല അദ്ദേഹം അത് സ്വഹീഹായി രേഖപ്പെടുത്തിയതും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമതായി ഈ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമാക്കി തന്നാൽ ഉപകാരമായിരുന്നു എന്ന് സൂചിപ്പിക്കാം. ഓക്കെ, അൽഹംദുലില്ലാഹ്. വിത്തറിലെ ഖുനൂത്തുമായി ബന്ധപ്പെട്ടതാണ് ഉന്നയിക്കപ്പെട്ട ചോദ്യം. മുസ്ലിം ലോകത്ത് പഴയകാലം മുതൽ 3 നിലപാടാണ് വിത്തറിലെ ഖുനൂത്തുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ഒരു നിലപാട് വർഷം മുഴുവനും വിത്തറിലെ ഖുനൂത്ത് സുന്നത്താണ് എന്ന നിലപാടാണ്. മറ്റൊന്ന് റമദാനിൽ 2ാമത്തെ പകുതിയിൽ മാത്രമാണ് സുന്നത്തുള്ളത്, അല്ലാത്ത സമയത്ത് സുന്നത്തില്ല പക്ഷെ അനുവദനീയമാണ് എന്ന നിലപാടാണ്. 3ാമത്തെ നിലപാട് ഏതു സമയത്തും അത് അനുവദനീയമാണ് എന്ന നിലപാടുമാണ്. ഈ 3 നിലപാടിൽ
സ്വഹാബിമാർ, താബിഈങ്ങൾ മുതലുള്ളവർ സ്വീകരിച്ചു വന്ന മാതൃകകൾ, നബിതങ്ങളുടെ അധ്യാപനങ്ങൾ എന്നിവ പരിശോധിക്കുമ്പോൾ ഇതിനു പ്രത്യേകമായ പിൻബലമുണ്ട്, പ്രമാണമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചോദ്യകർത്താവ് തന്നെ സൂചിപ്പിച്ച ഹദീസ്, ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, നബിയുടെ പേരക്കുട്ടി, അലിയുടെ മകൻ ഹസൻ, അദ്ദേഹം പറയുന്നു, അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കലിമാത്തിൻ അഖൂലുഹുന്ന ഫിൽ വിത്ർ. വിത്റിൽ പ്രാർത്ഥിക്കുവാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് ചില വചനങ്ങൾ പഠിപ്പിച്ചു തന്നു. ഇമാം തിർമിദി, അബൂദാവൂദ്, നസായി, ഇബ്നു മാജ എന്നിവരെല്ലാം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിത്റിൽ പ്രാർത്ഥിക്കുവാനായി നബി തങ്ങൾ എനിക്ക് ചില വചനങ്ങൾ പഠിപ്പിച്ചു തന്നു. എന്നാൽ ആ ദുആ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത വആഫിനി ഫീമൻ ആഫൈത എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അദ്ദേഹം പറയുകയും ചെയ്തു. ഇതാണ് ഈ വിഷയത്തിൽ ഒന്നാമതായി എല്ലാവരും തെളിവായി പറയുന്ന ഒന്നാമത്തെ പ്രമാണം ഈ വചനമാണ്. നബിതങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നു എന്ന് ഹസൻ ഇബ്നു അലിയുടെ ആ പ്രയോഗം. നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ അത് സ്വാഭാവികമായും ദീനായി മാറി, സുന്നത്തായി മാറി, സംശയമേതുമില്ല. ഇതാണ് ഇതിലെ ഒന്നാമത്തെ തെളിവ്. ആ തെളിവിന്റെ സ്ഥാനത്തിലാണ് മുസ്ലിം ലോകത്ത് ഖുനൂത്ത് ന്യായമാണ്, ഒന്നുകിൽ അത് അനുവദനീയമാണ്, അല്ലെങ്കിൽ സുന്നത്താണ് എന്ന അഭിപ്രായം പറഞ്ഞത്. ആ രണ്ടഭിപ്രായമേ ഉള്ളൂ. ബിദ്അത്താണ് എന്ന് ഖുനൂത്തിനെ കുറിച്ച് ആരും അങ്ങനെ ലോകത്ത് പറഞ്ഞതായി ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഒറ്റപ്പെട്ട ചില പണ്ഡിതന്മാർ എവിടെ പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ അങ്ങനെ പ്രാമാണികരായ ആരും അങ്ങനെ പറഞ്ഞതായി എൻ്റെ ശ്രദ്ധയിലില്ല. അല്ലാഹു അഅലം. അപ്പൊ അവരൊക്കെ പറഞ്ഞ ഒന്നുകിൽ സുന്നത്താണ്, അല്ലെങ്കിൽ അത് അനുവദനീയമാണ്. ഇനി അത് ഏതൊക്കെ സമയത്ത് വേണം? കൊല്ലം മുഴുവനും വേണോ? റമദാനിൽ മാത്രമാണോ? റമദാൻ തന്നെ ആദ്യം മുതൽ അവസാനം വരെ വേണോ? അല്ല 15 ശേഷമാണോ? എന്നൊക്കെ ഉള്ളതിൽ പല സ്വഹാബിമാരും പല താബിഈകളും ഈ സംഗതിയെ പ്രാവർത്തികമാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത്. ഇബ്നു മസ്ഊദിനെ പോലുള്ള ആളുകൾ റമദാൻ മുഴുവനായും ഖുനൂത്ത് നിർവഹിക്കാറുണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയുന്നു. അലി റളിയല്ലാഹു അൻഹു റമദാൻ 15 ശേഷം വിത്റിൽ ഖുനൂത്ത് നിർവഹിക്കുമായിരുന്നു എന്നാണ് വന്നിട്ടുള്ളത്. കൂടുതൽ സ്വഹാബിമാരിൽ നിന്നും കൂടുതൽ താബിഈങ്ങളിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നത് റമദാൻ 15 ശേഷം അവർ ചെയ്തുവെന്നാണ്. അതാണ് പൊതുവെ വന്ന അഭിപ്രായങ്ങളിൽ ഭൂരിപക്ഷാഭിപ്രായം. ഈ വിഷയത്തില് മുസ്ലിം ലോകത്തെ മൊത്തം അഭിപ്രായങ്ങൾ എടുത്താൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം റമദാൻ 15 ശേഷം അത് പ്രത്യേകമായ സുന്നത്തുണ്ട്, അല്ലാത്ത സമയത്തൊക്കെ ചെയ്യാം, ചെയ്യാതിരിക്കാം എന്നാണ് പൊതുവെ മറ്റുള്ളവരൊക്കെ അതിൽ പറഞ്ഞു കാണുന്നത്. ഭൂരിപക്ഷ അഭിപ്രായം ആ നിലക്കാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ചില പണ്ഡിതന്മാർ റമദാൻ 1 മുതൽ തന്നെ നിർവഹിക്കാം, ഇബ്നു മസ്ഊദിനൊക്കെ ആ ഒരു മാതൃക പിൻപറ്റിക്കൊണ്ട് റമദാൻ മുഴുവനായും അങ്ങനെ ചെയ്താൽ നല്ല കാര്യമാണ് എന്ന് പറയുന്നു. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് തന്റെ ഫതാവൽ കുബ്രയിൽ ഈ 3 അഭിപ്രായങ്ങൾ മുദ്രിച്ച ശേഷം അതെല്ലാം ജംഅ് ചെയ്തുകൊണ്ട് ഇബ്നു തൈമിയ്യ പറയുന്നു, ഈ വിഷയത്തിൽ ഒരു വിശാലതയുണ്ട്. ഒരാൾ റമദാനിൽ 15 ശേഷം ഖുനൂത്ത് നിർവഹിക്കുന്നുവെങ്കിൽ ഫഹുവ ഹസനുൻ, അത് നല്ല കാര്യമാണ്. ഒരു റമദാൻ 1 മുതൽ നിർവഹിക്കുന്നുവെങ്കിൽ ഫഹുവ ഹസനുൻ, അതും നല്ല കാര്യമാണ്. ഒരാൾ വർഷത്തിൽ ഏത് സമയത്ത് ഖുനൂത്ത് നിർവഹിക്കുന്നുവെങ്കിൽ അതും നല്ല കാര്യമാണ്. ഒരാൾ ഖുനൂത്ത് നിർവഹിച്ചില്ല, അതും ഒരു നല്ല കാര്യം, അതും ആക്ഷേപിക്കാൻ വകുപ്പുള്ളതല്ല എന്ന് എല്ലാത്തിനും ഒരു ന്യായമുള്ള, എല്ലാത്തിനും അനുവാദമുള്ള വിശാലതയുള്ള വിഷയമാണ് എന്ന് ഫതാവൽ കുബ്രയിൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ അഭിപ്രായങ്ങളെ എല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹം ഫത്വ നൽകിയതായി കാണാനും സാധിക്കുന്നു. ഏതായാലും നബിയിൽ നിന്ന് വന്നത് ഹസൻ ഇബ്നു അലിയോട് പറഞ്ഞ ഈ ഒരു അധ്യാപനമാണ്. നബി തങ്ങൾ വിത്റിൽ ഖുനൂത്ത് ഓതുമായിരുന്നു എന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ചോദ്യകർത്താവ് സൂചിപ്പിച്ച പോലെ തന്നെ. അത് രണ്ടും വെച്ചുകൊണ്ടാണ് അത് പ്രത്യേകം സുന്നത്താണെന്ന് പറഞ്ഞവർ അങ്ങനെ പറഞ്ഞത്. ഏതായാലും ചെയ്യാൻ പാടില്ല എന്നോ ബിദ്അത്താണ് എന്നോ ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന ആരും തന്നെ അങ്ങനെ പറഞ്ഞതായി ശ്രദ്ധയിൽ വന്നിട്ടില്ല. മാത്രമല്ല KM മൗലവി റഹിമഹുല്ലാഹ്, മുജാഹിദ് പ്രസ്ഥാനത്തിൽ KNMന്റെ ഒന്നാമത്തെ പ്രസിഡന്റാണ് KM മൗലവി. അദ്ദേഹത്തിന്റെ ഫത്താവയിൽ പോലും KM മൗലവിയുടെ ഫത്തവകൾ എന്ന പുസ്തകത്തിൽ തന്നെ KM മൗലവി റഹിമഹുല്ലാഹ് ഈ വിത്തല ഖുനൂത്തുമായി ബന്ധപ്പെട്ട് ഈ നിലയ്ക്ക് സംസാരിച്ചത് നമുക്ക് അവിടെ കാണാനും സാധിക്കുന്നുണ്ട്. അതാണ് ഈ വിഷയത്തിൽ ചുരുക്കി അവതരിപ്പിക്കാനുള്ളത്. വല്ലാഹു അഅലം. രണ്ടാമതായി ചോദിക്കാനുള്ള ചോദ്യം, ഈ കറാമത്തും മുഅ്ജിസത്തും അത് മരണശേഷം നിലച്ചു പോകുന്ന ഒന്നാണോ? അങ്ങനെ ആണ് എങ്കിൽ ഖുർആൻ ഇപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണല്ലോ.
അപ്പോൾ അതോടൊപ്പം തന്നെ അല്ല എങ്കിൽ എന്തുകൊണ്ട് സമസ്തക്കാർ പറയുന്ന, നമ്മുടെ നാട്ടിൽ സമസ്തക്കാർ പറയാറുള്ള റബീഅത്ത് ബിൻ കഅബിൽ അസ്ലമി എന്ന സ്വഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗത്തിലെ സാമീപ്യം ചോദിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് വെച്ചുകൊണ്ട് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, പ്രവാചകരെ അങ്ങയുടെ സ്വർഗത്തിലെ സാമീപ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ താങ്കളോട് ചോദിക്കുന്നു എന്ന് ചോദിക്കുന്നത് വെച്ചുകൊണ്ട് എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം എന്തുകൊണ്ടത് അടിസ്ഥാനമാക്കി പ്രവാചകരോട് നേരിട്ട് സ്വർഗം ചോദിക്കുന്നില്ല? കാരണം അവിടെ സമസ്തക്കാരുടെ വാദപ്രകാരം അവർ സ്വന്തമായി ചെയ്യാനുള്ള കഴിവ് ഈ മഹാന്മാർക്കുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നില്ല. അപ്പോൾ സ്വന്തമായി ചെയ്യാനുള്ള കഴിവില്ല എന്ന് വിശ്വസിച്ചിട്ടാണ്, എല്ലാം അള്ളാഹു കൊടുത്ത കഴിവാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവർ ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഈ ഹദീസ് അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ അതെങ്ങനെ തെറ്റാകും? ഇനി മുജാഹിദുകൾ സാധാരണ പറയാറുള്ള ഇത് ദുആഇനാണ്, ഇത് പ്രാർത്ഥനയാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് ഇബ്നുൽ മുൻദിർ റഹ്മഹുല്ലക്കെ ഉദ്ധരിച്ചതായി അറിയാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുജാഹിദുകൾ എന്തുകൊണ്ട് മരിച്ച ആളുകളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നില്ല? അപ്പോൾ ഇത് വൈരുദ്ധ്യമല്ലേ എന്നാണ് ചോദ്യം. 3-4 വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഉന്നയിക്കപ്പെട്ട ചോദ്യം. തുടക്കം കറാമത്ത് മുഅ്ജിസത്താണ് പറഞ്ഞത്, പിന്നീട് റബീഅത്ത് ബിൻ കഅബിൽ അസ്ലമിയുടെ ഒരു സംഭവമാണ് പറഞ്ഞത്. ആ സംഭവവും കറാമത്ത് മുഅ്ജിസത്തും തമ്മിൽ ബന്ധമില്ല, രണ്ടും രണ്ടാണ്. നബി തങ്ങളുടെ മുഅ്ജിസത്ത് വേറെ, റബീഅത്ത് ബിൻ കഅബിൽ അസ്ലമിയുടെ ചോദ്യം വേറെ, രണ്ടും രണ്ടാണ്. അത് നമ്മൾ ആ നിലയ്ക്ക് മനസ്സിലാക്കുക. സമസ്തക്കാർക്ക് ആ വിഷയത്തിൽ വലിയ അപകടമാണ്, വലിയ അബദ്ധമാണ് സംഭവിച്ചിരിക്കുന്നതും അത് മറ്റൊരു തലവുമാണ്. അതുകൊണ്ട് മറുപടി അല്പം നീളും. ഈ 3 ഭാഗം വിശദമായി പോയില്ലെങ്കിൽ ഇതൊരു വ്യക്തത കിട്ടില്ല എന്നതുകൊണ്ടാണ് ക്ഷമിക്കുക. ഒന്നാമതായി കറാമത്തെ മുഅ്ജിസത്ത് മരണശേഷം ഉണ്ടാകുമോ ഇല്ലേ? അതേ ഉത്തരത്തിലേക്ക് കടക്കും മുമ്പ് യഥാർത്ഥത്തിൽ കറാമത്തെ മുഅ്ജിസത്ത് എന്താണ് എന്ന് മനസ്സിലാക്കണം. മരണം ജീവിതം എന്നത് കറാമത്തെ മുഅ്ജിസത്തിൽ ഒരു വലിയ ഘടകമല്ല. അത് മുസ്ലിം ലോകത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് ആ വിഷയത്തിൽ. മരിച്ചാലും കറാമത്ത് നിലനിൽക്കുമെന്ന് പറഞ്ഞവർ, ഇല്ലെന്ന് പറഞ്ഞവർ ഒക്കെ നമുക്ക് പണ്ഡിത ലോകത്ത് കാണാൻ കഴിയും. പക്ഷേ കറാമത്ത് എന്ന് പറഞ്ഞാൽ ആദരവ് എന്നാണ് അർത്ഥം. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അശക്തമാക്കുന്നത് എന്നുമാണ് അർത്ഥം ഭാഷാപരമായിട്ട്. അഥവാ അല്ലാഹു തആല അവന്റെ അടിമയിലൂടെ നടപ്പാക്കുന്ന അസാധാരണ കാര്യങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഷയിൽ പറയാം. ലോകത്ത് അല്ലാഹു തആല ഏതു കാര്യം നടപ്പാക്കുന്നത് അല്ലാഹു വെച്ച ഒരു സാധാരണ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. ഒരു സാധാരണ വ്യവസ്ഥ. ഇപ്പൊ ഈ മൈക്ക് ഓണാക്കിയാലേ ഈ സംസാരം അങ്ങോട്ട് കേൾക്കുകയുള്ളൂ, അത് സാധാരണ വ്യവസ്ഥയാണ്. എന്നാൽ ഈ വ്യവസ്ഥ ഇല്ലാതെ ഈ ശബ്ദം ലോകത്തെവിടെയും എത്തിക്കുക, അത് സാധാരണ വ്യവസ്ഥ ഇല്ല, അതിനപ്പുറത്താണ്. അങ്ങനെ ഒരാൾ ശബ്ദം എത്തിയാൽ അത് മുഅ്ജിസത്തായി. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് പറഞ്ഞു, ഈ ജനങ്ങളെ ഹജ്ജിനായി വിളിക്കണം. ഇബ്രാഹിം ഇസ്ലാം പറഞ്ഞു, റബ്ബേ ഞാൻ വിളിച്ചാൽ എങ്ങനെയാണ് ആളുകളിലേക്ക് എത്തുക? അല്ലാഹ് പറഞ്ഞു, നീ വിളിച്ചോ, ഞാൻ എത്തിക്കാം. വഅദ്ദിൻ ഫിന്നാസ് ബിൽ ഹജ്ജ്. അതുപ്രകാരം ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. ആ വിളി അല്ലാഹു തആല ലോകത്തിലേക്ക് പലരേക്കും അത് എത്തിച്ചു. വിളിച്ചത് ഇബ്രാഹിം നബിയാണ്, എത്തിച്ചത് അല്ലാഹുവാണ്. അതാണ് മുഅ്ജിസത്ത്. വിളിച്ചത് ഇബ്രാഹിം നബി, അത് വ്യവസ്ഥയാണ്. വായ തുറന്ന് നാവ് കൊണ്ട് വിളിച്ചു, അതൊരു വ്യവസ്ഥയാണ്. പക്ഷെ ഇബ്രാഹിം നബി ഇസ്ലാം എന്നൊരു മനുഷ്യൻ വിളിച്ചാൽ ആ ശബ്ദം എത്തുന്ന ഒരു പരിധിയുണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞത്, റബ്ബേ ഞാൻ വിളിച്ചിട്ട് എന്ത് കാര്യം, അത് എവിടെ എത്താൻ? അല്ലാഹ് പറഞ്ഞു, ഞാൻ എത്തിച്ചു കൊള്ളാം. അത് മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്ത് ഇബ്രാഹിം നബിയുടെ കഴിവാണോ? അല്ല. കാരണം ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ കൽപ്പന അല്ലാഹ് കൊടുക്കുമ്പോൾ അദ്ദേഹം നബിയാണ്, അദ്ദേഹം ഖലീലാണ്, മുഅ്ജിസത്തുള്ള ആളാണ്, വഹയുള്ള ആളാണ്. എന്നിട്ടും അദ്ദേഹം ചോദിച്ചെന്താ, റബ്ബേ ഞാൻ വിളിച്ചാൽ എങ്ങനെ എത്തും? അല്ലാഹ് പറഞ്ഞു, നീ വിളിച്ചോ, ഞാൻ എത്തിക്കാം. അപ്പൊ തനിക്ക് മുഅ്ജിസത്തുണ്ട് എന്ന് ബോധ്യമുണ്ടായിട്ടും എന്റെ ഈ ശബ്ദം എത്തുകയില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. കാരണം എന്താ? വ്യവസ്ഥ പ്രകാരം എത്താൻ വഴിയില്ല. അല്ലാഹ് എത്തിച്ചു.
ആ എത്തിച്ചതാണ് മുഴിജത്ത്, വിളിച്ചതല്ല മുഴിജത്ത്. വിളിച്ചതല്ല മുഴിജത്ത്, ആ വിളി എത്തിയതാണ് മുഴിജത്ത്. ആ മുഴിജത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇബ്രാഹിം ഇസ്ലാമയല്ല, അള്ളയാണ്. അതുകൊണ്ടാണ് ഹജ്ജിന് പോകുമ്പോൾ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നു, ഇബ്രാഹിം നബിയെ താങ്കളെ വിളിക്ക് ഉത്തരം ചെയ്യുന്നു എന്നല്ല തൽബിയത്ത്. അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്യുന്നു. മൂസാ നബിയുടെ മുഴിജത്താണ് വടി താഴെയിട്ടാൽ സർപ്പമായി മാറുക, ആ സർപ്പത്തെ പിടിച്ചാൽ വീണ്ടും വടിയായി മാറുക. വടി താഴെ ഇടുക എന്നത് വ്യവസ്ഥയാണ്, അത് മുഴിജത്തല്ല. ഒരു വടി താഴെ ഇടൽ മുഴിജത്തല്ല, ആർക്കും ചെയ്യാൻ പറ്റും. വടി താഴെ ഇടുമ്പോൾ സർപ്പമായി മാറുക അത് മുഴിജത്താണ്, അത് വ്യവസ്ഥയില്ല. ഒരു വടി നിലത്തിട്ടാൽ പാമ്പായി മാറും, അങ്ങനെ വ്യവസ്ഥ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് വടി ഇട്ടത് മൂസാ നബി, ആ വടിയെ പാമ്പാക്കിയതോ അല്ലാഹു തആല. അല്ലാഹു തആല മൂസാ നബിയോട് പറഞ്ഞു, അൽഖിഹാ യാ മൂസാ, അല്ലയോ മൂസാ വടി നീ താഴെ ഇടുക. ഫഅൽഖാഹാ, അദ്ദേഹം ഇട്ടു. ഫൈദാ ഹിയ ഹയ്യത്തുൻ തസ്ആ, അപ്പോഴത് ഓടുന്ന സർപ്പമായി മാറി. മൂസാ നബി ഇസ്ലാം ഇട്ടു, സർപ്പമായി മാറിന. മൂസാ നബി സർപ്പമാക്കി മാറ്റിനല്ല പറഞ്ഞില്ല. വടിയെ പാമ്പാക്കി മാറ്റിയത് മൂസാ നബി അല്ല, വടി താഴെ ഇട്ടത് മൂസാ നബിയാണ്, പാമ്പാക്കിയതല്ലയാണ്. നീ അതിനെ പിടിച്ചോ, ഞാൻ വീണ്ടും വടിയാക്കി മാറ്റാം. ഖാല ഖുദ്ഹാ വലാ തഖഫ് സനുഈദുഹാ സീറത്തഹൽ ഊലാ, നീ അതിനെ പിടിച്ചോ, പേടിക്കേണ്ടതില്ല, ഞാൻ അതിനെ പഴയ അവസ്ഥയിലേക്ക് മാറ്റിത്തരാം. നീ അതിനെ പിടിച്ചോ, ഞാൻ മാറ്റിത്തരാം എന്നാണ്. ഒരു പാമ്പിനെ പിടിക്കുക മുഴിജത്താണോ? അല്ല. ഒരു പാമ്പിനെ പിടിക്കുക മുഴിജത്തല്ല. ധൈര്യമുണ്ടെങ്കിൽ ആർക്കും പിടിക്കാം. ആകെയുള്ള പ്രശ്നം ഭയം മാത്രമാണ്. അത് അല്ലാഹു പറഞ്ഞു, ഖുദ്ഹാ, നീ പിടിച്ചോ, വലാ തഖഫ്, നീ പേടിക്കണ്ട. അപ്പൊ പാമ്പിനെ പിടിക്കൽ മുഴിജത്താണോ? അല്ല. എന്നാൽ പാമ്പിനെ പിടിക്കുമ്പോൾ ആ പാമ്പ് വീണ്ടും വടിയായി മാറുക മുഴിജത്താണോ? മുഴിജത്താണ്. ആ പാമ്പിനെ വടിയാക്കി മാറ്റിയത് മൂസാ നബിയാണോ? അല്ല, അള്ളയാണ്. അതാണ് ഖുദ്ഹാ, നീ പിടിച്ചോ, ഞാൻ മാറ്റിത്തരാം. സനുഈദുഹാ, ഞാൻ മാറ്റിത്തരാം. അപ്പൊ മുഴിജത്ത് കറാമത്തിൽ പ്രവർത്തിക്കുന്നവൻ അല്ലാഹു തആലയാണ്. നമ്മുടെ സാധാരണ പ്രവൃത്തിയിൽ പ്രവർത്തിക്കുന്നവർ നമ്മളാണ്, സൃഷ്ടിക്കുന്നവൻ അള്ളയാണ്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നു, സംസാരിക്കുക എന്ന ഈ പ്രവൃത്തി ചെയ്യുന്നത് ആരാ? ഞാനാണ്. സംസാരം എന്നത് എന്നിൽ സൃഷ്ടിക്കുന്നവനാരാ? അല്ലാഹു തആലയാണ്. അതാണ് വ്യത്യാസം. സംസാരം എന്നിൽ സൃഷ്ടിക്കുന്ന ഖാലിഖ് അല്ലാഹ്, ആ സംസാരം ചെയ്യുന്ന ഫാഇല്, പ്രവർത്തിക്കുന്നവൻ ഞാൻ. എന്നാൽ കറാമത്ത് മുഴിജത്തിൽ ഖാലിഖ് അല്ലാഹ്, ഫാഇലും അല്ലാഹ്, സൃഷ്ടിക്കുന്നവനും അല്ലാഹ്, അത് ചെയ്യുന്നവനും അല്ലാഹ്. ആരുടെ കയ്യാൽ ഉണ്ടായോ അവർക്കതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അതുകൊണ്ടാണ് മുഴിജത്ത് കറാമത്തിന് നിർവചനം പറയുമ്പോൾ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്, അംറുൻ ഖാരിഖുൽ ലിൽ ആദതി യദ്ഹറു അലാ യദി മുദ്ദഇ അന്നുബുവ്വതി. മുഴിജത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം വാദിക്കുന്ന ആളുടെ കയ്യാൽ വെളിവാകുന്ന അസാധാരണ കാര്യങ്ങൾ, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എന്നല്ല, അദ്ദേഹത്തിന്റെ കയ്യാൽ വെളിവാകുന്ന അസാധാരണ കാര്യങ്ങൾ. ആരാ വെളിവാക്കുന്നത്? അല്ലാഹു തആല. അപ്പൊ അള്ളയാണ് ചെയ്യുന്നത് എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആള് ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്താലും ശരി, ആളെ മരണശേഷം ഉണ്ടായാലും ശരി, അല്ലാഹു തആലയാണ് ഫാഇൽ. ആ വ്യക്തിക്ക് അതിൽ പങ്കില്ല. അതുകൊണ്ട് വ്യക്തിയുടെ കറാമത്തുണ്ടായാൽ ആ വ്യക്തിയോടല്ല തേടേണ്ടത്. ഒരു വ്യക്തിയുടെ മുഴിജത്തുണ്ടായാൽ ആ വ്യക്തിയോടല്ല തേടേണ്ടത്. ഒരു കറാമത്തെ മുഴിജത്തും അവരുടെ സഹായത്തേട്ടവും യാതൊരു ബന്ധവുമില്ല, രണ്ടും രണ്ടാണ്. ഒരാളെ കറാമത്തുണ്ടായി, ആ കറാമത്ത് കണ്ടു, എന്നാൽ ആ കറാമത്ത് ആരുടെ കയ്യാൽ ഉണ്ടായോ അയാളോടാണോ ചോദിക്കേണ്ടത്? അല്ല, അയാൾക്ക് അതിൽ പങ്കില്ല. ഫാഇൽ അയാളല്ല. ഫാഇൽ അയാളാണെങ്കിൽ അയാൾ ചോദിക്കാമല്ലോ. ഇപ്പൊ ഞാൻ ഇവിടെ സംസാരിച്ചു, ആ സംസാരം ഒരാൾക്ക് ഇഷ്ടപ്പെട്ടാൽ അയാൾക്ക് എൻ്റെ ഡേറ്റ് വാങ്ങാം. എന്തുകൊണ്ട്? ഇതിന്റെ ഫാഇൽ ഞാനാണ്. എന്നാൽ മൂസാ നബിയോട് വന്നിട്ട് എനിക്ക് വടിന്ന് പാമ്പാക്കി കാണിച്ചു ചോദിച്ചാൽ അത് കഴിഞ്ഞോളുന്നില്ല. അല്ലാഹു തആല എപ്പോഴാണോ ഇടാൻ പറയുന്നത് അപ്പോൾ ഇടും.
അല്ലാത്തപ്പെട്ടാലോ കാര്യമൊന്നുമില്ല. ആ വടി കൊണ്ട് അടിച്ചപ്പോൾ സമുദ്രം പിളർന്നു. എപ്പോഴാ അടിച്ചത്? അള്ളാഹ് പറഞ്ഞപ്പോൾ നീ അടിച്ചോ എന്ന് പറഞ്ഞു, അപ്പോഴാ അടിച്ചത്. അതിന് മുമ്പ് അടിച്ചാലോ പിളരൂല. അതേ വടി കൊണ്ടടിച്ചപ്പോൾ കല്ലിൽ നിന്ന് 12 അരുവികൾ പൊട്ടി ഒഴുകി. എപ്പോഴാ അടിച്ചത്? അള്ളാഹിന്റെ കൽപ്പന വന്നപ്പോൾ. നിന്റെ വടി കൊണ്ട് നീ കല്ലിൽ അടിച്ചോ. ആ ഓർഡർ കിട്ടി പഠിച്ചു. അതിന് മുമ്പ് മൂസാ നബിക്ക് അറിയോ ഇതൊരു അടിച്ചാൽ വെള്ളം വരുന്നു? ഇല്ല. അടിച്ചാൽ വരുമോ? വരികയുമില്ല. അപ്പൊ ഈ കറാമത്തിന്റെയും മുഅ്ജിസത്തിന്റെയും ഫാഇൽ അള്ളയാണ്, ആ വ്യക്തിയല്ല. അതുകൊണ്ട് കറാമത്ത് കണ്ടാലും മുഅ്ജിസത്ത് കണ്ടാലും ശരി, അവരോട് സഹായം ചോദിക്കുക എന്നൊരു വകുപ്പുമായി യാതൊരു ബന്ധവുമില്ല. കറാമത്ത് മുഅ്ജിസത്ത് വേറെ, ഇസ്തിഗാസ വേറെ. അത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നബി തങ്ങളുടെ മുഅ്ജിസത്തൊക്കെ കണ്ട സ്വഹാബിമാർ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും നബിയോടാണോ തേടിയത്? അല്ല. നബി തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണോ? അല്ല. നേരെ മറിച്ച് നബി ഞങ്ങളെ പഠിപ്പിച്ച അങ്ങനെയാണ്. നീ ചോദിക്കുന്നുവെങ്കിൽ അള്ളാഹാണ് ചോദിക്കുക, സഹായം അർത്ഥിക്കുന്നുവെങ്കിൽ അള്ളാഹാണ് സഹായം അർത്ഥിക്കുക. അല്ല എനിക്ക് മുഅ്ജിസത്തുണ്ട് എന്നോട് തേടിക്കോളി എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് മുഅ്ജിസത്ത് കറാമത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ റബീഅത്ത് ബിൻ കഅബ് അസ്ലമിയുടെ സംഭവം ഞാൻ പറഞ്ഞത് മുഅ്ജിസത്തും കറാമത്തുമായി ബന്ധപ്പെട്ട ചോദ്യമേ അല്ല, അങ്ങനത്തെ വിഷയവുമല്ല. ഇമാം മുസ്ലിം റഹിമഹുള്ളയാണ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. റബീഅത്ത് ബിൻ കഅബ് അസ്ലമി എന്ന സ്വഹാബിയുടെ പ്രത്യേകത, അദ്ദേഹം നബിതങ്ങൾക്ക് സേവനം ചെയ്യുന്ന ആളായിരുന്നു. സദാസമയം നബിന്റെ കൂടെ ഉണ്ടാകും. നബിക്ക് എല്ലാ സഹായങ്ങളും ചെയ്ത് നബി ചോദിക്കാതെ, നബി പറയാതെ തന്നെ കണ്ടറിഞ്ഞ് നബിക്ക് ആവശ്യമായ എല്ലാ ഖിദ്മത്തും എടുത്ത് കൂടെ കൂടിയാളാണ് റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു. ഇശാസ്കാരം കഴിഞ്ഞ് നബി തങ്ങൾ വീട്ടിൽ കണ്ട് കിടക്കാൻ പോകുമ്പോൾ സലാം ചൊല്ലി പിരിയും. നബിയെ രാവിലെ കാണാം എന്ന് പറഞ്ഞ് റബീഅത്ത് ബിൻ കഅബ് പോരും, പിരിയും. പിരിഞ്ഞാലും റബീഅത്ത് ബിൻ കഅബ് പോകൂല എന്നാണ്. നബി ഉള്ളിൽ കയറി വാതിലടച്ചാൽ അദ്ദേഹം അവിടെ വാതിലിനെ പുറത്ത് അവിടെ വന്ന് കൂടും. നബിക്ക് രാത്രി വല്ല ആവശ്യം വന്നാലോ, രാത്രി വല്ല അത്യാവശ്യത്തിന് നബി പുറത്തിറങ്ങിയാലോ അപ്പൊ എനിക്ക് സഹായം ചെയ്തു കൊടുക്കാമല്ലോ എന്ന നിലക്ക് നബിതങ്ങൾ പോലും അറിയാതെ, നബിയുടെ സമ്മതമില്ലാതെ നബിയുടെ വീടിന് പുറത്തവിടെ ആ വാതിൽപ്പടി അവിടെ കിടക്കും അദ്ദേഹം. അതാണ് റബീഅത്ത് ബിൻ കഅബ് അസ്ലമി എന്ന സ്വഹാബിയുടെ രീതി. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഒരു സ്നേഹവും ഈ ഒരു രീതിയും കണ്ടപ്പോൾ ഒരിക്കൽ നബിതങ്ങൾ പറഞ്ഞു, സൽ യാ റബീഅ, റബീഅ എനിക്ക് വല്ലതും വേണേ ചോദിച്ചോ, ഞാൻ തരാം. നബിതങ്ങൾ ഉദ്ദേശിച്ചത് എന്തെങ്കിലും സാമ്പത്തിക സഹായമോ അങ്ങനത്തെ വല്ല സപ്പോർട്ടൊക്കെ വേണമെങ്കിൽ ചോദിച്ചാൽ മതി, അത് കൊടുക്കാമെന്ന അർത്ഥത്തിലാണ് നബിതങ്ങളുടെ ചോദ്യമെന്ന് നമുക്ക് ആ സംഭവത്തിൽ മനസ്സിലാവും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നബിയെ എനിക്ക് സാവകാശം വേണം. നബി ചോദിക്കാമെന്നാണല്ലോ, പെട്ടെന്ന് ചോദിച്ചിട്ട് എന്തെങ്കിലും പോയത്തിൽ പോയി ചാടണ്ട, ഒന്ന് ആലോചിച്ചിട്ട് ചോദിക്കാം. നബി ചാൻസ് എന്നതല്ലേ, എനിക്ക് ഒരു സാവകാശം വേണം. നബി ഞങ്ങൾ സാവകാശം കൊടുത്തു. അദ്ദേഹം ചെന്ന് ആലോചിച്ചു. അദ്ദേഹം പറയാണ്, ഞാൻ ആലോചിച്ചു, ദുന്യാവിൽ എന്ത് ചോദിച്ചാലും അതൊക്കെ കിട്ടിയാൽ അത് കുറച്ച് കഴിഞ്ഞാൽ നശിച്ചു പോകുമല്ലോ, അതുകൊണ്ട് എന്ത് ചോദിച്ചിട്ടും കാര്യം. അദ്ദേഹം പലതും ആലോചിച്ചു, അത് ചോദിച്ചാലോ, ഇത് ചോദിച്ചാലോ, മറ്റു ചോദിച്ചാലോ. അപ്പൊ അതൊക്കെ ചോദിച്ചാലും അതൊക്കെ കുറച്ചു കാലം കഴിഞ്ഞാൽ ഇല്ലാതാകൂലേ, എങ്കിൽ പിന്നെ പരലോകം ചോദിക്കാം. അവിടെയാണ് അദ്ദേഹം നബിയോട് പറഞ്ഞ, നബിയെ താങ്കളെ കൂടെ സ്വർഗത്തിൽ എനിക്കൊരുമിച്ച് കൂടണം. ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ സ്വർഗത്തിൽ താങ്കളെ കൂടെ കൂട്ടുകാരനായി കൂടണമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത് തന്നെ ഇമാം മുൻദിരിയുടെ തർഗീബ് തർഹീബിലൊക്കെ വന്നത്, നബിയെ എനിക്ക് സ്വർഗത്തിൽ അങ്ങയോടൊപ്പം കൂടുവാനും നരകത്തിൽ രക്ഷപ്പെടുവാനും വേണ്ടി നബിയെ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നാണ്. അസ്അലുക അൻ തദ്ഉവല്ലാഹ, നബിയെ താങ്കൾ റബ്ബിനോട് ദുആ ചെയ്യണം എനിക്ക് വേണ്ടി, എനിക്ക് നരകത്തിൽ രക്ഷപ്പെടണം, സ്വർഗത്തിൽ നിങ്ങളെ കൂടെ കൂടുകയും വേണം. അതിനുവേണ്ടി നബിയെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ നബി ഞങ്ങൾ പറഞ്ഞു, ഇന്നി ഫാഇലുൻ, ഞാൻ ചെയ്യാം. എന്താ ചെയ്യാന്ന് പറഞ്ഞത്? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോ ഇന്നി ഫാഇലുൻ, ഞാൻ ചെയ്യാം. മറ്റൊരു ഇപ്പോൾ ഇമാം മുസ്ലിം റിപ്പോർട്ടിൽ പറഞ്ഞത്, ഫഅഇന്നി അലാ ദാലിക ബികസ്റത്തി സുജൂദ്, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കുക. എന്റെ കൂടെ കൂടണോ? ചെയ്യാനുള്ള പണി എന്താ? ധാരാളമായി നിസ്കരിക്കുക. അതാ സുജൂദ് വർദ്ധിപ്പിക്കൽ, നിസ്കാരം വർദ്ധിപ്പിക്കുക, ധാരാളമായി നിസ്കരിക്കുക. അങ്ങനെ നീ എന്നെ സഹായിക്കുക എന്ന് നബിതങ്ങൾ പറഞ്ഞുവെന്ന് ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ വരുന്നു. ഇത് നബിതങ്ങളും ഈ റബീഅയും തമ്മിലുണ്ടായ ഒരു സംസാരമാണ്.
എന്തേ നമ്മൾ ഇനി അത് വെച്ചുകൊണ്ട് നബിയോട് ഇപ്പൊ സഹായം ചോദിക്കാന്ന് പറയാത്തത്? ഇത് വെച്ചുകൊണ്ട് ലോകത്തു സഹാബിയും നബി ഞങ്ങളുടെ വഫാത്തിന് ശേഷമോ നബിയുടെ അഭാവത്തിലോ നബിയുടെ സന്നിധിയിലോ ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ടില്ല. ഇനി നമുക്കിത് ചോദിക്കാൻ പറ്റുമോ? നബി ഞങ്ങൾ വന്ന് നമ്മോട് പറയാണ് നിനക്കെന്താ വേണ്ടി ചോദിച്ചോ എന്ന് പറഞ്ഞാലോ നമ്മൾ ചോദിക്കാം. ശരി, നബി അങ്ങനെ വരുന്നില്ല, വരാൻ കഴിയില്ല. വഫാത്തോടു കൂടി ഈ ദുനിയാവിലേക്ക് വരാനുള്ള സംവിധാനങ്ങൾ അവസാനിച്ചു പോയി. അപ്പൊ റബീഅത്ത് ഇബ്നു കഅബിനോട് സംസാരിക്കുന്നതിന് നിനക്കെന്താ വേണ്ടി ചോദിച്ചോ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ചോദ്യം ഉണ്ടായത്. സമാനമായി നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ചെയ്യുന്നില്ലേ? അപ്പൊ ഗൾഫിൽ നിന്ന് മകൻ വിളിക്കുക, പേരക്കുട്ടി വിളിക്കുക, വല്യപ്പ ഞാൻ അടുത്ത മാസം വരുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? വലിയ പറയും, മോനെ എനിക്കൊന്നും വേണ്ട, എനിക്ക് ഈമാൻ കിട്ടി മരിച്ചാൽ മതി, വേറൊന്നും വേണ്ട. എന്നാലും വല്യപ്പ എന്തെന്ന് പറയും, എനിക്കൊന്നും വേണ്ടടാ, ഈമാൻ കിട്ടി മരിക്കണം, അത് നിങ്ങൾ ദ്വാരിക്ക്, ഞാനും ദ്വാരിക്കാം എന്നാ പോലത്തെ സംസാരമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത്. അതിനർത്ഥം അഞ്ചു പിന്നാളെ എഴുതിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് വൈകാ കണ്ടോ വല്യപ്പ പേരക്കുട്ടിയോട് ഈമാൻ കിട്ടി ദ്വാരിക്കാൻ വേണ്ടി തേടിയിട്ടുണ്ട്, അവിടെ നമുക്കും തേടാം എന്ന് പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? അതാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ സംഭവിച്ചത്. അതാണ് റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി നബിയോട് ആവശ്യപ്പെട്ടത്. ദുആ ചെയ്യാൻ പറഞ്ഞു, ഞാനത് ചെയ്യാമെന്ന് നബി പറയുകയും ചെയ്തു. അത് മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിലോ കറാമത്തിന്റെ അടിസ്ഥാനത്തിലോ ഉണ്ടായ ചോദ്യവുമല്ല, ആ നിലക്കുള്ള വിഷയവുമല്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മുഅ്ജിസത്ത് കറാമത്ത് കേൾക്കുമ്പോഴേക്ക് ഇസ്തിഗാസ വരിക. മുഅ്ജിസത്ത് കറാമത്ത് വേറെ, ഇസ്തിഗാസ വേറെ, അത് രണ്ടും യാതൊരു ബന്ധവുമില്ല. മറിയം ബീവിയുടെ കറാമത്ത് നേർക്ക് നേരെ കണ്ടാലാണ് സക്കരിയ നബി അലൈഹിസ്സലാം. അദ്ദേഹം പറഞ്ഞെന്താ, ചെയ്തതെന്താ? ഹുനാലിക ദഅ സക്കരിയ റബ്ബ, സൂറത്ത് അലി ഇംറാൻ. മറിയം ബീവിയുടെ മുമ്പിൽ ഭക്ഷണം ഇങ്ങനെ വരുന്നതായി കാണുന്നു. എവിടുന്നാണ് മറിയം ഇതൊക്കെ? ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ആ സീസണിൽ ഇല്ലാത്ത പഴവർഗ്ഗങ്ങൾ അവരുടെ മുമ്പിൽ വന്നുവെന്ന തഫ്സീറൊക്കെ കാണുന്നത്. ഇത് എവിടുന്നാണ് മറിയം എന്ന് ചോദിക്കുമ്പോൾ പടച്ച റബ്ബിൽ നിന്നാണ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ അവൻ കൊടുക്കും എന്ന് മറിയം ബീവി പറയുമ്പോൾ ആ കറാമത്ത് കണ്ണുകൊണ്ട് കണ്ട ആളാണ് സക്കരിയ നബി അലൈഹിസ്സലാം. അദ്ദേഹം ചെയ്തെന്താ? ഹുനാലിക ദഅ സക്കരിയ റബ്ബ. അത് കണ്ട മാത്രയിൽ അവിടെ വെച്ച് സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. കറാമത്ത് കണ്ടപ്പോൾ അള്ളാഹിനെ മനസ്സിലായി, പടച്ചോനെ നീ മറിയം ഇത് അങ്ങനെ കൊടുക്കുന്നു, എനിക്കൊരു കുട്ടിയെ വേണമല്ല. അല്ല, മറിയം ബീവി ഇങ്ങനത്തെ കറാമത്തുണ്ടായിട്ടാണോ ഞാനിപ്പോൾ എടുക്കാറായിക്കാണ്ട് കുട്ടിയില്ലാതെ നടക്കുന്നത്, എനിക്ക് കുട്ടിയെ തരണം എന്ന് തേടിയിട്ടില്ല. അപ്പൊ കറാമത്ത് കാണുമ്പോൾ ആ കറാമത്ത് നടപ്പാക്കുന്ന അള്ളാനെയാണ് ഓർമ്മയാകേണ്ടത്. മുഅ്ജിസത്ത് കാണുമ്പോൾ മുഅ്ജിസത്ത് നടപ്പാക്കുന്ന റബ്ബിനെയാണ് ഓർമ്മയാകേണ്ടത്. ആരുടെ കയ്യിലൂടെ ഉണ്ടായോ അവരോട് ചോദിക്കുക എന്ന രീതി ഇല്ല. മുഅ്ജിസത്ത് കറാമത്തും ഇസ്തിഗാസയും യാതൊരു ബന്ധവുമില്ല. അത് പിൽക്കാലത്ത് നമ്മുടെ നാട്ടിൽ സൂഫികളായ ആളുകൾ കൊണ്ടുവന്ന തെറ്റായ ഒരു രീതിയാണ്. അതുകൊണ്ട് ഇസ്തിഗാസക്ക് ഒരിക്കലും തെളിവില്ല. അത് ജീവിതകാലത്തും പറ്റൂല, മരണശേഷവും പറ്റൂല. ഞാൻ അനുവദനീയമായ ഇസ്തിഗാസകൾ പോലും നിരുത്സാഹപ്പെടുത്തിയ മതമാണ് ഇസ്ലാം. അനുവദനീയമായ സഹായ ചോദ്യങ്ങൾ, മനുഷ്യന്മാർ തമ്മിൽ ചോദിക്കാൻ അനുവാദമുള്ള സഹായങ്ങൾ പോലും പരമാവധി ചോദിക്കാതിരിക്കുക, ഒരാൾ ആശ്രയിക്കാതിരിക്കുക, അതല്ലേ ഇസ്ലാമിന്റെ അധ്യാപനം? യാചന ഇസ്ലാമിൽ വലിയ ആക്ഷേപിക്കപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ട്? ഒരാളെ മുമ്പിൽ കൈനീട്ടാൻ, ഒരു സൃഷ്ടിയോട് ആശ്രയിക്കേണ്ട, ഒരു സൃഷ്ടിയോട് ചോദിക്കേണ്ട, പരമാവധി സൃഷ്ടികളെ ആശ്രയിക്കാതെ പടച്ച റബ്ബ് തന്നതിൽ തൃപ്തിപ്പെടുക. അലി ഇബ്നു അബീ ത്വാലിബ് പറയുമായിരുന്നു, വഇൻ ളാഖ റിസ്ഖുൽ യൗമി ഫസ്ബിർ ഇലാ ഗദി അസാനക ബാതുദ് ദഹരി അൻക തസൂലു വലാ തുരിയന്ന الناس ഇല്ലാ തജമ്മുല നബാബിക ദഹ്റുൻ ഔ ജഫാക ഖലീൽ. എന്തൊക്കെ ബുദ്ധിമുട്ടും പ്രയാസം വന്നാലും ശരി, ആളുകൾക്ക് മുമ്പിൽ നിന്റെ പ്രയാസം നീ പ്രകടിപ്പിക്കല്ല. അവർക്ക് മുമ്പിൽ മാന്യമായി നിലകൊള്ളു. ഇന്ന് നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നാളെ അതൊക്കെ തീർന്നുകൊള്ളും. പടച്ച റബ്ബിന്റെ ആ ഒരു തീരുമാനത്തിന് വേണ്ടി കാത്തിരുന്നു. അതല്ലാതെ സൃഷ്ടികോട് നീ ആ നിലയ്ക്ക് നിന്റെ പ്രയാസം പോലും നീ പ്രകടിപ്പിക്കല്ല എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നൽകിയ ഉപദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിന്റെ അധ്യാപനം ഒരു സൃഷ്ടിയോടും പരമാവധി അനുവദനീയമായ കാര്യങ്ങളിൽ പോലും ചോദിക്കാതിരിക്കുക, ആശ്രയിക്കാതിരിക്കുക എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അല്ല, ലോകത്ത് എന്തുണ്ടെങ്കിലും അതൊക്കെ മഹാന്മാർ പോയി ചോദിക്കുക എന്നൊരു വകുപ്പില്ല. മുഅ്ജിസത്ത് കറാമത്ത് അതുമായി യാതൊരു ബന്ധവുമില്ല. ഇനി മരണശേഷം കറാമത്ത് ഉണ്ടാവട്ടെ ഇല്ലാതെക്കട്ടെ, രണ്ടാണെങ്കിലും അല്ല അവരുടെ കഴിവല്ല, അവരോട് ഉണ്ടാകുന്നതുമല്ല. സമസ്തക്കാരുടെ കണക്ക് പ്രകാരം അല്ല കൊടുത്ത കഴിവാണ്, സ്വന്തമായി കഴിവില്ല എന്ന് വിശ്വസിച്ചാൽ മതി. അതാണ് മൂന്നാമത്തെ പാർട്ട്.
അത് യഥാർത്ഥത്തിൽ ന്യായമല്ല. സമസ്തക്കാരെ സംബന്ധിച്ച് കൊടുത്ത കഴിവാന്ന് വിശ്വസിച്ചാൽ പിന്നെ ശിർക്കിന്റെ പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ലോകത്ത് ഒരാളിനും ശിർക്കില്ല എന്ന് പറയേണ്ടി വരും. അല്ല കൊടുക്കാത്ത കഴിവുണ്ട് എന്ന് ലോകത്ത് ആരെക്കുറിച്ചാണ് വിശ്വസിക്കുന്നത്? ഇല്ലല്ലോ. ലോകത്തെ എല്ലാവരും, ഏത് മതക്കാരും ഏത് ആദർശക്കാരും ഒക്കെ അവരൊക്കെ ലോകത്തിന്റെ സട്ടാവിനെ, ദൈവം തമ്പുരാനെ അംഗീകരിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം ആളുകളും. ഫിറഔന് പോലും ഒരു അള്ളാഹനെ അംഗീകരിച്ചാലാണ് ഖുർആൻ പറഞ്ഞത്. മക്കത്തെ മുശ്രിക്കീങ്ങൾ പോലും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക എന്ന തൽബിയത്തുൽ ഇമാം മുസ്ലിം ഉദ്ധരിച്ച റിപ്പോർട്ടാണ്. അല്ലാഹ് കൊടുത്ത കഴിവേ ഉള്ളൂ, സ്വന്തമായി കഴിവില്ല എന്നായിരുന്നു അവരുടെ നിലപാട്. അവർ ചെയ്ത് ശിർക്കല്ല പറയേണ്ടി വരും. നബി തങ്ങൾ ശിർക്കുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച ഒരുപാട് വചനങ്ങൾ പരിശോധിച്ച് നോക്കുക. ഇന്ന റുഖ വത്തമാഇമ വത്തിബത ശിർക്കുൻ, ഏലസും മുറുക്കും മന്ത്രങ്ങളും ഒക്കെ ശിർക്കാകുന്നു. അവിടെ ആരെങ്കിലും സ്വയം കൈകൊണ്ട് വിശ്വസിക്കോ? മൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ് അശ്റക, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു. സ്വയം കൈകൊണ്ട് വിശ്വസിക്കോ? അതേപോലെ ധാരാളമായ അധ്യാപനങ്ങൾ, ധാരാളം വചനങ്ങൾ. മരം, ഒരു വാള തൂക്കിയാൽ മരം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത സംഭവം ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ മരത്തിന് സ്വയം കഴിവുണ്ട് എന്ന് സ്വഹാബിമാർ വിശ്വസിക്കുന്നു. ഇങ്ങനെ തുടങ്ങി ശിർക്കുമായി ബന്ധപ്പെട്ടു പറഞ്ഞ ഒട്ടനവധി വചനങ്ങൾ. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ എന്ന വിശുദ്ധ ഖുർആനിലെ വചനം, ഇവയൊക്കെ സ്വയം കഴിവുണ്ട് വിശ്വസിച്ചില്ലെങ്കിലും ശിർക്ക് വരും എന്ന് പഠിപ്പിക്കുന്ന അധ്യാപനങ്ങളാണ്. സ്വയം കഴിവുണ്ട് വിശ്വസിച്ച ശിർക്കാണ്, സ്വയം കഴിവുണ്ട് വിശ്വസിച്ചില്ലെങ്കിലും ശിർക്ക് വരാം. നബിയോടൊരു സ്വഹാബി എന്ന് പറയുന്ന, നബിയെ താങ്കളും അള്ളാഹും ഉദ്ദേശിച്ചതാണ് സംഭവിക്കുക. മാഷാ അല്ലാഹു വശിഅത യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ നിങ്ങളും അള്ളാഹും എന്താണ് ഉദ്ദേശിച്ചത് അതുണ്ടാകും. എന്താ നബിയുടെ പ്രതികരണം? നീ എന്നെ അള്ളാഹ്ക്ക് തുല്യമാക്കുകയാണോ എന്ന്. നബിക്ക് സ്വയം കഴിവുണ്ട് എന്ന് ആ സ്വഹാബി വിശ്വസിക്കുമോ? ഇല്ല. അപ്പൊ അത് ഒരു അടിസ്ഥാനവുമില്ലാത്ത, ലോകത്ത് ശിയാക്കൾ മാത്രം പറഞ്ഞ ആശയമാണ്. ശിയാക്കൾ ആശയം അതാണ്, സ്വയം കഴിവുണ്ട് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്കുള്ളൂ, അല്ലെങ്കിൽ ശിർക്കില്ല. ആ ശിയ ആശയത്തെ പിന്നീട് സൂഫികൾ, ത്വരീഖത്തുകാർ ഏറ്റെടുത്തു. ആ ത്വരീഖത്തിനെ സമസ്ത കൂട്ടിപ്പിടിച്ചപ്പോൾ സമസ്തക്ക് ആശയമുണ്ടായി എന്നല്ലാതെ ലോകത്തങ്ങ് അഹ്ലുസുന്ന പണ്ഡിതന്മാർ, വിശ്വാസം പഠിപ്പിച്ചവർ ആരും സ്വയം കഴിവുണ്ട് വിശ്വസിച്ചില്ലെങ്കിൽ ശിർക്ക് വരില്ല എന്ന ഒരു ന്യായം എവിടെയും പഠിപ്പിച്ചിട്ടില്ല. അഖീദ പഠിപ്പിക്കാൻ, വിശ്വാസം പഠിപ്പിക്കാൻ നൂറുകണക്കായ കിതാബുകൾ മുസ്ലിം ലോകത്ത് രചിക്കപ്പെട്ടിട്ടുണ്ട്. ആ കിതാബുകൾ എവിടെയും അങ്ങനെ രീതി പഠിപ്പിക്കപ്പെട്ടിട്ടുമില്ല. വല്ലാഹു അഅലം. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചാൻസ് കൊടുക്കണം, ഇല്ലെങ്കിൽ ചോദിക്കാം. ചോദ്യം ചോദിക്കാൻ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക. വന്നോളൂ. ഇൻഷാ അല്ലാഹ് പിന്നീട് ആളില്ലെങ്കിൽ നേരത്തെ ചോദിച്ച സുഹൃത്തിന് നമ്മുടെ സമയം അനുവദിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ചോദിക്കാൻ അനുവദിക്കുന്നതാണ്. ഈ ചോദ്യം കഴിഞ്ഞിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മുന്നിൽ വന്നിരിക്കുക. നമുക്ക് അതിനുവേണ്ടി സമയം നഷ്ടപ്പെടുത്തേണ്ടതില്ലല്ലോ. അതുകൊണ്ട് മുന്നിലേക്ക് വന്നിരിക്കുക. ഇപ്പൊ വന്ന സഹോദരന് ചോദ്യം ചോദിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. ഈ അടുത്തായി KNM പ്രഭാഷകൻ അനസ് മൗലവി ചോദ്യം ചോദിക്കുന്നതിൽ പ്രാർത്ഥനയല്ല ഷിർക്കിൻ്റെ മാനദണ്ഡം, മറിച്ച് ആ ചോദിക്കപ്പെടുന്ന വ്യക്തിയാണ്. അതായത് കല്ലാണെങ്കിൽ ഷിർക്ക്, മരമാണെങ്കിൽ ഷിർക്ക് എന്ന രൂപത്തിലുള്ള സംസാരം ശ്രദ്ധയപ്പെട്ടു. ഇത് വലിയ അപകടമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനെക്കുറിച്ചൊരു വിശദീകരണം നൽകിയ എന്നായിരുന്നു. തീർച്ചയായും വളരെ ന്യായമായ നിരീക്ഷണം തന്നെയാണ് താങ്കൾ നിർവഹിച്ചിരിക്കുന്നത്. റമദാന് തൊട്ടു മുമ്പായി പെരിന്തൽമണ്ണയിൽ വെച്ച് നടത്തിയ പ്രോഗ്രാമിലാണ് അനസ് മൗലവി അങ്ങനെ ഒരു ആശയം ആദ്യമായി ഉന്നയിച്ചത്. പ്രാർത്ഥിച്ചോ ഇല്ലേ എന്നതല്ല മാനദണ്ഡം.
ആരോട് എന്തിനോട് ചോദിക്കുന്നു എന്നതാണ് മാനദണ്ഡം. അപ്പൊ കല്ലിനോട് ചോദിച്ചാൽ കല്ലായതുകൊണ്ട് ശിർക്ക്, ചോദിച്ചത് കൊണ്ടല്ല ശിർക്ക്. മരത്തോട് ചോദിച്ചാൽ മരമായതുകൊണ്ട് ശിർക്ക്, ചോദിച്ചത് കൊണ്ടല്ല ശിർക്ക്. ജിന്നിനോട് ചോദിച്ചാൽ ജിന്നായതുകൊണ്ട് ശിർക്ക്, ചോദിച്ചത് കൊണ്ടല്ല ശിർക്ക് എന്നാണ് അദ്ദേഹം അവിടെ വിശദീകരിച്ചത്. തെളിവായി അദ്ദേഹം പറഞ്ഞതോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ദാത്തു അൻവാത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അഥവാ അബൂ വാഖിദുൽ ലൈസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ നബിയുടെ കൂടെ ഹുനൈൻ യുദ്ധത്തിലേക്ക് പുറപ്പെട്ടു. വനഹ്നു ഹുദസാഉ അഹദിൻ ബിൽ കുഫർ, ഞങ്ങൾ അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ട് അധികകാലമായിട്ടില്ല. ഇസ്ലാം സ്വീകരിച്ച് വന്ന ഉടനെയാണ് ഹുനൈൻ ഉണ്ടാകുന്നത്. അപ്പൊ ഞങ്ങളും അന്ന് നബിയുടെ കൂടെ പോയി സൈന്യത്തിൽ ചേർന്നുകൊണ്ട്. ഹത്താ ഇദാ മറർനാ ബിശജറത്തിൻ യുഖാലു ലഹാ ദാത്തു അൻവാത്തിൻ, ഞങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ മുശ്രിക്കീങ്ങളുടെ ഒരു പുണ്യവൃക്ഷം ഞങ്ങൾ കണ്ടു. ആ വൃക്ഷത്തിന് ദാത്തു അൻവാത്ത് എന്നാണ് പറയപ്പെടാറുള്ളത്. യനൂതൂന ബിഹാ അസ്ലിഹതഹും, മുശ്രിക്കുകൾ സാധാരണ ആ മരത്തിൽ വാളുകൾ തൂക്കിയിടാറുണ്ട്. യുദ്ധത്തിലൊക്കെ പോകുമ്പോൾ ആ മരത്തിൽ വാള് തൂക്കിയിട്ട് ആ വാളെടുത്ത് പോയാൽ ആ വാളിന് എന്തോ പ്രത്യേകമായ ഒരു ബറക്കത്തുണ്ട്, പ്രത്യേകമായ സിദ്ധി കിട്ടും എന്നൊക്കെ അവർ വിശ്വസിച്ചിരുന്നു. ആ മരത്തിനരികെ ഞങ്ങൾ കടന്നുപോയി. അപ്പൊ ഞാനൊക്കെ ഇസ്ലാമിലേക്ക് വന്നിട്ട് അധികമായിട്ടില്ല. അതുകൊണ്ട് ഈ മരം കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നബിയെ അവർക്കൊക്കെ ഒരു മരമുണ്ടല്ലോ വാള് തൂക്കാൻ, നമുക്കും അതുപോലെ ഒരു മരം നബിയെ നിങ്ങൾ നിശ്ചയിച്ചു തരണം. അപ്പൊ നബി ഞങ്ങൾ പറഞ്ഞു സുബ്ഹാനല്ലാഹ്. മറ്റൊരു റിപ്പോർട്ടിൽ അല്ലാഹു അക്ബർ, അല്ലാഹു എത്ര വലിയവനാണ്, അല്ലാഹ് പരിശുദ്ധനാണ്, ഇത് നിങ്ങൾ ഒരു ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാവുന്നു. ഇമാം തുർമുദിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. ഈ സംഭവമാണ് അദ്ദേഹം അത് തെളിവായി പറഞ്ഞത്. ഇവിടെ യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, മരമായതുകൊണ്ടാണോ അത് ശിർക്കായത്, അതോ ആ മരത്തോട് കാണിച്ച അവിടെ മനോഭാവമാണോ പ്രശ്നമായത്? നടന്ന് ക്ഷീണിച്ച് കുഴങ്ങിപ്പോകുമ്പോൾ നബിയെ വല്ലാതെ കുഴങ്ങി, വാള് ഏതെങ്കിലും മരത്തുമ്പോൾ തൽക്കാലം 10 മിനിറ്റ് ഒന്ന് എടുത്തു വെക്കട്ടെ, ക്ഷീണം മാറ്റിയിട്ട് പോകാം എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ് എന്ന് പറയുമായിരുന്നുവോ? അങ്ങനെ പറയുമായിരുന്നുവെങ്കിൽ മരമായതാണ് മാനദണ്ഡം എന്ന് പറയാമായിരുന്നു. അതല്ലല്ലോ ഇവിടെ. ഇവിടെ ദാത്തു അൻവാത്ത് എന്ന മരമാണ്, ബറക്കത്ത് പ്രതീക്ഷിക്കുന്ന, പ്രത്യേകമായ സിദ്ധി പ്രതീക്ഷിക്കുന്ന പുണ്യവൃക്ഷമായി കണക്കാക്കപ്പെടുന്ന ഒരു മരം. അത് വേണം എന്ന് പറഞ്ഞപ്പോഴാണ് ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണെന്ന് പറഞ്ഞത്. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കാൻ ഇറങ്ങി. ഇസ്രായേലിയുടെ അന്നത്തെ രീതി എല്ലാവരും നഗ്നരായി കുളിക്കലാണ് പതിവ്. എല്ലാവരും ഒന്നിച്ച് നഗ്നരായി കുളിക്കും. അവർക്കത് ലജ്ജയുണ്ടായിരുന്നില്ല, പ്രശ്നമല്ലായിരുന്നു. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ ലജ്ജയായിരുന്നു. അപ്പൊ അദ്ദേഹം അവരെ കൂടെ കുളിക്കൂല. അദ്ദേഹം കുറച്ച് അപ്പുറത്ത് മാറിപ്പോയി സ്വകാര്യമായി അവിടെ വെച്ച് അദ്ദേഹം കുളിക്കും. അപ്പൊ ആളുകൾക്ക് സംസാരം വന്നു, മൂസാ ഇസ്ലാമിന് ചില അസുഖങ്ങളുണ്ട്, ഫിസ്തുലയുടെ രോഗമുണ്ട് എന്ന് മൂസാ നബിയെ പറ്റിയുള്ള ആക്ഷേപം ഉണ്ടായി. അതുകൊണ്ടാണ് നമ്മളൊപ്പം കുളിക്കാത്തത്, അതാ സ്വകാര്യത്തിൽ പോയി കുളിക്കണത്, ഈ രോഗം നമ്മളൊക്കെ കാണും എന്നതുകൊണ്ടാണ് എന്ന് അവിടെ മൊത്തത്തിൽ പ്രചാരണമുണ്ടായി. അല്ലാഹു തആല അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ചില വഴികൾ സ്വീകരിച്ചു. ഹദീസക്കാരും സ്ഥിരപ്പെട്ടു, ഖുർആനേക്കാളും സൂചിപ്പിക്കുകയും ചെയ്തു. അവിടെ അദ്ദേഹം വസ്ത്രമണിച്ചൊരു കല്ലിൽ വെക്കുന്നു, കുളിക്കാനിറങ്ങുന്നു. കുളിച്ചു കയറുമ്പോൾ വസ്ത്രം വെച്ച കല്ല് കാണുന്നില്ല, വസ്ത്രവും കാണുന്നില്ല. പിന്നെ നോക്കുമ്പോൾ ആ കല്ല് അങ്ങനെ പോകുന്നതാണ് കാണുന്നത്. റബ്ബ് നടപ്പാക്കിയ ഒരു നടപടിക്രമമായിരുന്നു. അപ്പൊ അദ്ദേഹം കല്ലിന്റെ പിന്നാലെ ഓടി, സൗബിയ ഹജർ, സൗബിയ ഹജർ, കല്ല് എന്റെ വസ്ത്രം, എന്റെ വസ്ത്രം എന്ന് പറഞ്ഞ പിന്നാലെ ഓടി എന്ന് സ്ഥിരപ്പെട്ട ഹദീസാണ്. ഇദ്ദേഹം പറഞ്ഞ ഈ വീക്ഷണപ്രകാരം മൂസാ ഇസ്ലാം ചെയ്തത് ശിർക്കായിരുന്നു എന്ന് പറയേണ്ടി. ഇപ്പൊ ഇത് വെച്ചിരുന്ന ആളെ കല്ലിലോടും തേടാതെ ഇപ്പതാ ഒരു വാദിച്ചു എന്ന് പറയാൻ പോണ്ട. അപ്പൊ യഥാർത്ഥത്തിൽ മാനദണ്ഡം എന്ത്, ഏതു അർത്ഥത്തിൽ തേടി, ഇബാദത്തിന്റെ ഏതെങ്കിലും ഒരു അംശം അല്ലാഹു അല്ലാത്ത ആർക്കെങ്കിലും വകവെച്ചു കൊടുത്തോ അവിടെയല്ലേ ശിർക്ക് വരിക. ശിർക്ക് എന്ന് പറഞ്ഞാൽ പങ്കു ചേർക്കൽ എന്നാണല്ലോ. ശിർക്ക് എന്ന വാക്കിനർത്ഥം പങ്കു ചേർക്കൽ എന്നാണ്. എന്താ പങ്കു ചേർക്കേണ്ടത്? അല്ലാഹു തആലക്ക് മാത്രം അവകാശപ്പെട്ട വല്ലതും അല്ലാഹു അല്ലാത്ത ആർക്കെങ്കിലും വകവെച്ചു കൊടുത്താൽ അതാണ് പങ്കു ചേർക്കൽ.
അള്ളാന്റെ പേരുകൾ, അവന്റെ വിശേഷണങ്ങൾ, അവന്റെ പ്രവൃത്തികൾ, അവന്റെ സത്ത, അവന് മാത്രം അവകാശപ്പെട്ട ആരാധന, ഇതിൽ ഏതെങ്കിലും ഒന്ന് അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും ഒരാൾ വകവെച്ചു കൊടുത്താൽ അവിടെയാണ് ശിർക്ക് വരിക. അള്ളാഹുവിന്റെ പേര് പോലെ മറ്റുള്ളവർക്ക് പേര് നൽകി, അത് ശിർക്കാണ്. അള്ളാഹുവിന്റെ വിശേഷണം പോലെ ഒരാൾക്ക് വിശേഷണം വെച്ചു, അത് ശിർക്കാണ്. അള്ളാഹ് ചോദിക്കുന്നുണ്ടല്ലോ ഖുർആനിൽ, ഹൽ തഅലമു ലഹു സമീയ, സൂറത്ത് മർയമിൽ, അള്ളാഹുവിനോട് പേരൊത്തവനെ നിനക്കറിയുമോ? അഥവാ പേരൊത്തവനില്ല എന്നർത്ഥം. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹ്ക്ക് തുല്യനായി ആരും തന്നെ ഇല്ല. അപ്പൊ റബ്ബിന്റെ നാമങ്ങളിലോ വിശേഷണങ്ങളിലോ പ്രവർത്തനങ്ങളിലോ അവനുള്ള ആരാധനയിലോ അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും വല്ല പങ്കും നിശ്ചയിച്ചു കൊടുത്താൽ അതിന്റെ പേരാണ് ശിർക്ക്. അള്ളാഹു കാണും പോലെ കാണും, അള്ളാഹ് കേൾക്കും പോലെ കേൾക്കുമെന്ന് CM സ്മരണികയിൽ ലേഖനം വന്നിട്ടുണ്ട്. CM സ്മരണികയിൽ ലേഖനം വന്നു, അള്ളാഹു കാണും പോലെ മഹാന്മാരെ കാണും, അള്ളാഹ് കേൾക്കും പോലെ മഹാന്മാരെ കേൾക്കും, അള്ളാഹ് പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കും എന്ന് CM സ്മരണികയിൽ ലേഖനം വന്നു. ആ സ്മരണിക എന്റെ ബാഗിലുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ കാണിച്ചുതരാം. ഇത് അള്ളാഹുവിന്റെ വിശേഷണം അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കലാണ്. അവിടെ ശിർക്ക് വരുന്നു. അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടാണ് ഇബാദത്തുകൾ, പ്രാർത്ഥന, സഹായാർത്ഥന, നേർച്ച, വഴിപാട്, സുജൂദ്, റുകൂഅ്, തവാഫ്, നിസ്കാരം അടക്കമുള്ള മുഴുവൻ ആരാധനകളും അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതിൽ ഏതെങ്കിലും ഒന്ന് അള്ളാഹു അല്ലാത്ത ആർക്ക് ഒരാൾ നൽകുന്നുവോ അതിന്റെ പേരാണ് ശിർക്ക്. അല്ല തേടിയോ ഇല്ലേ എന്നതല്ല പ്രശ്നം. കല്ലാണോ മരമാണോ ജിന്നാണോ അതാണ് മാനദണ്ഡം എന്നത് വലിയ അപകടം തന്നെയാണ്. അത് ഭാവിയിൽ ഒരുപാട് ഹദീസുകളെ തെറ്റായി വ്യാഖ്യാനിക്കാനോ നിരാകരിക്കാനോ നിമിത്തമായി മാറും. ശിർക്കല്ലാത്ത പലരെയും ശിർക്കാക്കേണ്ടി വരും, ശിർക്കായ പലതിനെയും ശിർക്കല്ലാതാക്കി മാറ്റേണ്ടി വരികയും ചെയ്യുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അഅലം. അടുത്ത ആള് എന്തെങ്കിലും ചോദിക്കാം? അസ്സലാമു അലൈക്കും. എൻ്റെ ക്വസ്റ്റ്യൻ, നേരത്തെ ഇവിടെ ഹജ്റുൽ അസ്വദിൻ്റെ കാര്യം പറഞ്ഞില്ലേ? ഇപ്പം നമ്മൾ ഹജ്റുൽ അസ്വദിന് കൊടുക്കുന്ന നമ്മൾ റെസ്പെക്റ്റ് അല്ലെങ്കിൽ ചുംബനം അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രതിഫലം എങ്ങനെയാണ് ഷിർക്കായ മറ്റുള്ളവർ ഒരു മരത്തെ അനുഗ്രഹമായി കാണുന്നില്ലേ, അതിന് എങ്ങനെയാണ് ഇത് ഡിഫറൻസ് ആയി നിൽക്കുന്നത്? ഓക്കെ, അത് വിഷയം നല്ല ചോദ്യം. അൽഹംദുലില്ലാഹ്. മറ്റു പല ആളുകളും പല കല്ലുകൾക്കും പല മരങ്ങൾക്കുമൊക്കെ പുണ്യം കൽപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഹജ്റുൽ അസ്വദിനെയും മഹത്വമായി കാണുന്നു. ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസമുണ്ടാവുക എന്നാണ്. ഒന്നാമതായി മനസ്സിലാക്കേണ്ട, ഒരു കാര്യത്തിൽ പുണ്യമുണ്ടോ പുണ്യമില്ലേ അത് നിശ്ചയിക്കേണ്ടത് അല്ലാഹു തആലയാണ്. അവൻ പറയണം ഏതിൽ പുണ്യമുണ്ട് ഏതിൽ പുണ്യമില്ല. കാരണം ലോകത്തുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ചത് സൃഷ്ടാവാണ്. എല്ലാ കല്ലും എല്ലാ മരവും എല്ലാ സമയവും എല്ലാ സ്ഥലവും എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് സ്ഥലങ്ങൾക്കോ സമയങ്ങൾക്കോ വ്യക്തികൾക്കോ സവിശേഷതയുണ്ടെങ്കിൽ അത് സൃഷ്ടിച്ചവനാണ് പറയേണ്ടത്. ഇപ്പൊ വെള്ളിയാഴ്ചക്ക് പ്രത്യേകതയുണ്ട്, ശനിയാഴ്ചക്കില്ലാത്ത പ്രത്യേകത. എന്നാൽ യഹൂദികൾ ശനിയാഴ്ചയെ പ്രത്യേകമായി കാണുന്നു, നസ്വാറാക്കൾ ഞായറാഴ്ചയെ പ്രത്യേകമായി കാണുന്നു. വെള്ളിയാഴ്ചക്ക് പ്രത്യേകതയുണ്ട് നമ്മൾ വിശ്വസിക്കുന്നു, ശനിയാഴ്ചക്ക് പ്രത്യേകത അവർ വിശ്വസിക്കുന്നു. അതല്ല ശരി, വെള്ളിയാഴ്ചയാണ് ഈ ഉമ്മത്തിന് നിശ്ചയിക്കപ്പെട്ടത് എന്ന് നമ്മൾ അംഗീകരിക്കുന്നു. എന്താ മാനദണ്ഡം? അല്ലാഹ് നിശ്ചയിച്ചു. ഒരു സ്ഥലത്തിന് പ്രത്യേകതയുണ്ട് എന്ന് വിശ്വസിക്കുന്നു, മക്കയ്ക്ക്, മദീനക്ക്, ഇങ്ങനെ തുടങ്ങിയ പല സ്ഥലങ്ങളും സവിശേഷമാണ് വിശ്വസിക്കുന്നു. മാനദണ്ഡം എന്താ? അതിനെ സൃഷ്ടിച്ചവൻ പറഞ്ഞു അതിൽ മറ്റു സ്ഥലത്തില്ലാത്ത ചില നന്മകളെ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. സംസം വെള്ളം ബറക്കത്താണ് വിശ്വസിക്കുന്നു. എന്നാൽ പല നദികളിലെയും വെള്ളം അനുഗ്രഹീതമായ വെള്ളമാണ് എന്ന് പല മതക്കാരും വിശ്വസിക്കുന്നു. എന്താ മാനദണ്ഡം? ആ എല്ലാ വെള്ളത്തെയും സൃഷ്ടിച്ച അല്ലാഹുവാണ്. ആ അല്ലാഹു തആല പറയണം ഏത് വെള്ളത്തിനാണ് സവിശേഷത. അവൻ പറഞ്ഞു, അവൻ പഠിപ്പിച്ചു നബിയിലൂടെ സംസമിന് മഹത്വമുണ്ട്. അപ്പൊ ഒന്നാമത്തെ മാനദണ്ഡം, സ്രഷ്ടാവ് അറിയിച്ചുവോ എങ്കിൽ അത് സത്യമാണ്.
സൃഷ്ടാവ് അറിയിക്കാത്ത ഒന്നിന് സൃഷ്ടികൾ സ്വയം ചില നന്മകളെ, ചില ദിവ്യത്വങ്ങളെ അവർ കൽപ്പിച്ചു വന്നത് കൊണ്ട് സൃഷ്ടാവ് അറിയിച്ച ഒന്ന് ഇല്ലാതാവുകയില്ല. രണ്ടാമത്, ഏതെങ്കിലും ഒന്നിന് മഹത്വമുണ്ട് എന്ന് അറിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അത് എങ്ങനെ ഉപയോഗിക്കണം അതും സൃഷ്ടാവ് പറയണം. മഹത്വമുണ്ട് എന്നറിഞ്ഞാൽ പിന്നെ അത് എങ്ങനെ ഉപയോഗിക്കാം എന്നല്ല, അത് എങ്ങനെ വിനിയോഗിക്കണം അതും അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരണം. അല്ലെങ്കിൽ അള്ളാഹിന്റെ വഹയ പ്രകാരം പ്രവാചകൻ പഠിപ്പിക്കണം. ഇപ്പൊ വെള്ളിയാഴ്ച മഹത്വമാണ്, അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അന്ന് പ്രത്യേകമായ നമസ്കാരമുണ്ട്, അത് ദുആക്ക് ഉത്തരമുള്ള സമയമുണ്ട്, അന്ന് പ്രത്യേകം വർദ്ധിപ്പിക്കാമെന്ന ഇബാദത്തുകളുണ്ട്, അത് ചെയ്യാണ് വേണ്ടത്. അല്ലാതെ വെള്ളിയാഴ്ച എന്നെ കാക്കണേ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പ്രഭാത സമയം ബറക്കത്താണ്, ഹദീസിൽ വന്നാണ്. അല്ലാഹു ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ, അല്ലാഹു എൻ്റെ ഉമ്മത്തിന് പ്രഭാത സമയത്ത് നീ ബറക്കത്ത് ചൊരിയണേ. അതേപോലെ മഴ ബറക്കത്തുള്ള വെള്ളമാണ്, ഖുർആൻ പറഞ്ഞ കാര്യമാണ്. ആകാശലോകത്ത് നിന്നും അനുഗ്രഹീതമായ വെള്ളത്തിൽ നാം ഇറക്കി. കഅബാലയം ബറക്കത്താണ്, ഖുർആൻ പറഞ്ഞ കാര്യമാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറക, ബറക്കത്തുള്ള ഭവനം. റമദാൻ മാസം ഷഹ്റുൻ മുബാറക്, ബറക്കത്തുള്ള മാസമാണ്. അപ്പം ശഅബാനിൽ ഇല്ലാത്ത, ശവ്വാലിൽ ഇല്ലാത്ത ഒരു ബറക്കത്ത് റമദാനിലുണ്ട്. എന്നാൽ ചില മാസങ്ങളെ മറ്റു ചില മതസ്ഥർ പുണ്യമാസമായി കണക്കാക്കുന്നു. അപ്പൊ അവർ കണക്കാക്കുന്നത് കൊണ്ട് ഇതില്ലാതാകുമോ? ഇല്ല. രണ്ടും നമ്മുടെ വ്യത്യാസം എന്താണ്? ഒന്ന് സൃഷ്ടാവ് നിശ്ചയിച്ചതാണ്, മറ്റ് സൃഷ്ടാവ് നിശ്ചയിച്ചതല്ല. അതാണ് ഒന്നാമത്തെ മാനദണ്ഡം. രണ്ടത് എങ്ങനെ വിനിയോഗിക്കണം? ഒന്ന് സൃഷ്ടാവ് പഠിപ്പിച്ചതാണ്, മറ്റ് സൃഷ്ടാവ് പഠിപ്പിച്ചതല്ല. അന്ധവിശ്വാസത്തെയും അല്ലാത്ത വിശ്വാസത്തെയും വേർതിരിക്കുന്ന മാനദണ്ഡം അത് തന്നെയാണ്. ചില ആളുകളുടെ വിചാരം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊക്കെ അന്ധവിശ്വാസം എന്നാണ്. അതില്ല. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ പ്രമാണമില്ലാത്ത വിശ്വാസമാണ്. അഥവാ സൃഷ്ടാവ് വിശ്വസിക്കാൻ പറയാത്തത് വിശ്വസിച്ചാൽ അത് അന്ധവിശ്വാസമായി. സൃഷ്ടാവ് വിശ്വസിക്കാൻ ആവശ്യപ്പെട്ടൊരു കാര്യം അത് വിശ്വസിച്ചാൽ അന്ധവിശ്വാസമല്ല, അത് പ്രമാണമുണ്ട്, തെളിവുണ്ട്. ഹജറുൽ അസ്വദിനെ ചുംബിക്കാൻ നബിതങ്ങൾ പഠിപ്പിച്ചു, നബിതങ്ങൾ ചുംബിച്ചു. അല്ല ഹജറുൽ അസ്വദ് നമ്മളെ വിളി കേൾക്കുന്നോ, ഹജറുൽ അസ്വദ് നമ്മൾ തേടിയാൽ ഉത്തരം ചെയ്യുമെന്നോ, ഹജറുൽ അസ്വദ് നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങോട്ടൊരു ബർക്കത്ത് കിട്ടുമെന്നോ അതൊന്നും വിശ്വസിക്കുന്നില്ല. അങ്ങനെയൊന്നും പഠിപ്പിക്കപ്പെട്ടിട്ടുമില്ല. ഹജറുൽ അസ്വദിനുള്ളത് ഒന്ന്, അത് സ്വർഗീയമായ കല്ലാണ്. അപ്പൊ തന്നെ പ്രത്യേകതയായി. ബാക്കി ഇവിടെ കാണുന്ന കല്ലൊക്കെ ഭൂമിയുള്ള കല്ലാണ്. ഹജറുൽ അസ്വദ് ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട കല്ലല്ല, അത് സ്വർഗത്തിലുള്ള കല്ലാണ് എന്ന് ഹദീസിലുണ്ട്. അത് വെളുത്ത കല്ലായിരുന്നു, ഹദീസിലുണ്ട്. ആദം സന്തതികളെ പാപങ്ങൾ അതിനെ കറുപ്പിച്ചു, ഹദീസിലുണ്ട്. അത് അല്ലാഹു വെച്ച ദൃഷ്ടാന്തമാണ് എന്നാണ്. പാപങ്ങൾ ഒരു കല്ലിൽ വരെ ഇത്രയധികം സ്വാധീനമുണ്ടാക്കുമെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനിക്കുമെന്ന് മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹു വെച്ച ദൃഷ്ടാന്തമാണത് എന്നാണ് ഫത്ഹുൽ ബാരി ഇമാം അസ്ഖലാനി, അതേപോലെ ഇബ്നു ഖുതൈബയുടെ തൈബീൽ മുഖ്തലിഫ് ഹദീസ് എന്ന കിതാബിലൊക്കെ ഈ ഹദീസ് വെച്ചുകൊണ്ട് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ ഹജറുൽ അസ്വദ് നമ്മളെ വിളി കേൾക്കുമോ? ഇല്ല. അതിനെ വിളിച്ച് തേടാമോ? ഇല്ല. ഹജറുൽ അസ്വദ് എന്നെ കാക്കണേ എന്ന് പറയാമോ? ഇല്ല. അതിനെ പറഞ്ഞാൽ ശിർക്കാണ്, തമ്മിൽ പങ്കു ചേർക്കലാണ്. അതിലൊന്നും പ്രമാണമില്ല. പ്രമാണമുള്ളത് അത് സ്വർഗീയമായ കല്ലാണ്, വെളുത്ത കല്ലായിരുന്നു, പിന്നെ കറുത്തുപോയതാണ്. അതിനെ ചുംബിക്കൽ സുന്നത്താണ് സാധിക്കുമെങ്കിൽ. ചുംബിക്കാൻ കഴിയില്ലേ, തൊട്ട് മുത്തൽ സുന്നത്താണ് നബി ഞങ്ങൾ പഠിപ്പിച്ചത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദ് ചുംബിക്കുമ്പോൾ പറഞ്ഞുവല്ലോ, നീ കല്ലാണ് എന്ന് എനിക്കറിയാം, പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ ചുംബിക്കുന്നതായി ഞാൻ കണ്ടു, അതില്ലായിരുന്നുവെങ്കിൽ ഞാൻ ചുംബിക്കുമായിരുന്നില്ല. പിന്നെ പരലോകത്ത് സാക്ഷി നിൽക്കും ആ കല്ല്. അത് ആ കല്ല് മാത്രമല്ല, ഇപ്പൊ ഈ സ്ഥലം നാളെ പരലോകത്ത് ഇൻഷാ അല്ലാഹ് സാക്ഷി നിൽക്കും. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞാണ്, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ. ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറയും, അല്ലാഹ് അതിന് ബോധനം നൽകിയതിനാൽ. നബി ഞങ്ങൾ ചോദിക്കുന്നു, ഈ ആയത്ത് ഓതിക്കൊണ്ട് നിങ്ങൾക്കറിയുമോ തദറൂന മാ അഖ്ബാറുഹാ, എന്താണ് ഭൂമി പറയുന്ന വർത്തമാനങ്ങൾ നിങ്ങൾക്കറിയുമോ? ആ ഭൂമിയുടെ പുറത്ത് ആരൊക്കെ എവിടൊക്കെ വെച്ച് എന്തൊക്കെ ചെയ്തു എന്നാണ് ഭൂമി വിളിച്ചു പറയും. അപ്പൊ ഈ ബസ് സ്റ്റാൻഡിൽ ഞാൻ സംസാരിച്ചു, നിങ്ങൾ കേട്ടു, ഈ പ്രദേശം നമുക്ക് വേണ്ടി പരലോകത്ത് സാക്ഷി നിൽക്കും. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നിസ്കരിച്ച സ്ഥലങ്ങൾ നമുക്ക് വേണ്ടി സാക്ഷി നിൽക്കും.
ചെയ്ത ഓരോ പ്രവർത്തിക്കും ആ സ്ഥലങ്ങൾ സാക്ഷ്യം വഹിക്കും എന്ന പോലെ ഹജർ അസ്വദ് ചുംബിച്ചവർക്ക് വേണ്ടി ഹജർ അസ്വദും സാക്ഷ്യം വഹിക്കുമെന്ന് ഈ പൊതുവായ തെളിവുകളും അറിയിക്കുന്നു, പ്രത്യേകമായും അറിയിക്കുന്നു. അതാണ് ഇതിലുള്ളത്. അതുകൊണ്ട് വ്യാജങ്ങൾ കുറെ വന്നു എന്നതുകൊണ്ട് ഒറിജിനൽ നിഷേധിക്കപ്പെടേണ്ടതില്ല. മാനദണ്ഡം അല്ലാഹു തആല നിശ്ചയിച്ചു, അല്ലാഹ് അറിയിച്ചു, അല്ലാഹ് നിയോഗിച്ച പ്രവാചകൻ നമുക്കത് പഠിപ്പിച്ചു. അതാണ് ഇതിന്റെ മാനദണ്ഡം. അല്ലാത്തവ അങ്ങനെ അംഗീകാരം കിട്ടിയതല്ല. ഇതാണ് നമ്മൾ വേർതിരിച്ചറിയേണ്ടത്. ബോധ്യമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അല്ലാഹു അഅലം. ഓക്കെ, അടുത്ത ആളുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നേരത്തെ ചോദിച്ചാൽ ചോദിക്കാം. അസ്സലാമു അലൈക്കും. ഹദീസ് ക്രോഡീകരിക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 200-300 വർഷങ്ങൾക്ക് ശേഷമല്ലേ? അപ്പോൾ അതിൻ്റെ വിശ്വസ്തത എങ്ങനെ നമുക്ക് 100% ഉറപ്പുവരുത്താൻ സാധിക്കും? ഓക്കെ, അൽഹംദുലില്ലാഹ്. നമ്മുടെ നാട്ടിൽ പൊതുവെ ഹദീസ് വിമർശകരായ ആളുകൾ ഉന്നയിക്കുന്ന ഒരു വിഷയമാണിത്. നബിതങ്ങളുടെ കാലം കഴിഞ്ഞ് 200-300 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഹദീസ് ക്രോഡീകരിച്ചത്? പിന്നെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റാതെ? യഥാർത്ഥത്തിൽ ആ അടിസ്ഥാനം തന്നെ ശരിയല്ല. നബിതങ്ങൾ പറഞ്ഞ ഹദീസുകൾ പിൽക്കാലത്ത് ആര് ക്രോഡീകരിച്ചാലും ശരി, ആ മുഴുവൻ ഹദീസും കിട്ടിയത് നബിയുടെ നാവിൽ നിന്ന് അത് കേട്ട സ്വഹാബിമാരിൽ നിന്നാണ്. ഒരു സ്വഹാബിയിലൂടെ കടന്നു പോകാത്ത ഒരു ഹദീസില്ല. ആ സ്വഹാബിന് കേട്ടത് താബിഈങ്ങളാണ്, താബിഈന് കേട്ടത് താബിഉ താബിഈയാണ്, അദ്ദേഹത്തിന് കേട്ടത് അടുത്ത തലമുറക്കാരനാണ്. അതിനുശേഷമുള്ളവർ ആ കേട്ടത് ഒരു കിതാബിലേക്ക് എഴുതി എന്ന് മാത്രം. അതുവരെ ഉള്ളവരോ കേട്ടത് മനസ്സിൽ സൂക്ഷിച്ചു. നബിതങ്ങൾ പറഞ്ഞ ഹദീസ് കേട്ട സ്വഹാബിമാർ, ആ സ്വഹാബിമാർ അത് അപ്പടി കാണാതെ പഠിച്ചു. സ്വഹാബത്തിൽ നിന്ന് താബിഈങ്ങൾ കേട്ടു, അവർ അത് ഹൃദയസ്ഥമാക്കി, അവർ ശേഷക്കാർക്ക് പറഞ്ഞു കൊടുത്തു, അവർ അത് ഹൃദയസ്ഥമാക്കി, അവർ ശേഷക്കാർക്ക് പറഞ്ഞു കൊടുത്തു, അവർ ചിലർ അത് എഴുതി വെച്ചു. ഇതിലെന്താ വിശ്വാസത ഉള്ളത്? തരക്കടില്ല. സ്വഹാബിയുടെ താബികളൊന്നും പറയാതെ നബി കുറച്ച് ഹദീസ് പറഞ്ഞാണ്ട് പോയി. പിന്നെ 200-300 കൊല്ലം കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ട് ഓരെങ്ങനെ അവിടുന്ന് പറഞ്ഞു അതുകൊണ്ട് എഴുതിച്ചു എന്നാണെങ്കിൽ ഈ ചോദ്യം ന്യായമാണ്. സ്വഹാബി പറയാത്ത, താബിഈ പറയാത്ത, താബിഉ താബിഈ പറയാത്ത ഒരു ഹദീസില്ല. മാത്രവുമല്ല, ഒരു താബിഈ ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ പോലും സ്വീകാര്യമല്ല. താബിഈ ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ സ്വീകാര്യമല്ല. കാരണം താബിഈ നബീനെ കേൾക്കൂല. അപ്പൊ താബിഈയോട് പറഞ്ഞത് ആരാ? സ്വഹാബിയാണോ അല്ലേ എന്ന് തെളിഞ്ഞു കിട്ടണം. എന്നാലേ ആ ഹദീസ് സ്വഹീഹായി അംഗീകരിക്കപ്പെടുകയുള്ളൂ. പിന്നീട് അത് പുസ്തകമാക്കിയതാണ് പിൽക്കാലക്കാർ ചെയ്തത്. അതും സ്വഹാബത്ത് ആരംഭിച്ചിട്ടുണ്ട്. സ്വഹാബിമാർ പലരും സ്വന്തം ആവശ്യങ്ങൾക്കായി അവർ ചില ഹദീസ് എഴുതി വെച്ചിരുന്നു. അന്നത്തെ കാലത്ത് എഴുത്തിനെയല്ല അവലംബിക്കല്, അന്നത്തെ കാലത്ത് മെമ്മറിയാണ് അവലംബിക്കല്. ഈ ദീനിന്റെ പ്രത്യേകതയും നബി തങ്ങൾ പറഞ്ഞു, ഇന്നാ ഉമ്മത്തുൻ ഉമ്മിയ്യ ലാ നക്തുബു വലാ നഹ്സിബ്. ഈ ഉമ്മത്ത് ഉമ്മിയത്തായ ഉമ്മത്താണ്, നിരക്ഷരന്മാരായ ഉമ്മത്താണ്, സമുദായമാണ്. ലാ നക്തുബു, നാം എഴുതുക ഇല്ല, നാം കണക്ക് കൂട്ടുക ഇല്ല. അഥവാ ഈ ഉമ്മത്തിനെ സംബന്ധിച്ച് ഈ ഉമ്മത്തിന്റെ പ്രമാണങ്ങൾ നിലനിൽക്കാൻ എഴുത്താവശ്യമില്ല, കണക്കാവശ്യമില്ല. തൗറാത്തിന് അനുയായികൾക്ക് എഴുത്തില്ലെങ്കിൽ തൗറാത്തില്ല. ഇഞ്ചീലിന്റെ ആളുകൾക്ക് എഴുത്തില്ലേ, തൗറാത്തില്ല. കാരണം തൗറാത്തും ഇഞ്ചീലും അല്ലാഹ് ഇറക്കിക്കൊടുത്തത് ആ പ്രവാചകന്മാരുടെ കൈകളിലേക്കാണ്. ഈ ഉമ്മത്തിനെ സംബന്ധിച്ച് എഴുത്തില്ലേ, ഈ ഉമ്മത്തിന്റെ പ്രമാണങ്ങൾ ഒരു നഷ്ടവുമില്ല. കാരണം അല്ലാഹ് ഖുർആൻ ഇറക്കിയതും ഹദീസ് ഇറക്കിയതും കൈകളിലേക്കല്ല, മനസ്സിലേക്കാണ്. വഹി ഇറങ്ങിക്കൊടുത്തത് നബി തങ്ങളുടെ ഖൽബിലേക്കാണ്. സനുഖ്രിഉക ഫലാ തൻസാ, ഞാൻ ഓതിത്തരാം, നീ മറക്കുകയില്ല. ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന, ഖുർആനെ ക്രോഡീകരണം നാമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഐ ഫീ സ്വദരിക്കാത, നബിയുടെ മനസ്സിൽ ഇത് ക്രോഡീകരിക്കൽ അല്ലാഹ് ഏറ്റെടുക്കുന്നു. നബി തങ്ങൾ മറക്കൂല. അപ്പൊ ഖുർആൻ ഇറക്കിയത് നബിയുടെ ഖൽബിലേക്ക്. നബി തങ്ങൾ അത് ഓതിക്കൊടുക്കുന്നു, സ്വഹാബത്ത് കേൾക്കുന്നു, സ്വഹാബത്തിന്റെ ഖൽബിലേക്ക്. സ്വഹാബത്ത് ഓതിക്കൊടുക്കുന്നു, താബിഈങ്ങൾ കേൾക്കുന്നു, അവരുടെ ഖൽബിലേക്ക്.
ഖുർആൻ ഇഫ്ലാക്കിയ ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ഇന്നും ലോകത്തുണ്ട്. 6 വയസ്സിൽ, 7 വയസ്സിൽ, 8 വയസ്സിൽ, 10 വയസ്സിലൊക്കെ ഖുർആൻ ഇഫ്ലാക്കിയ ധാരാളം ആളുകൾ. വേറെ ഏത് ഗ്രന്ഥം അങ്ങനെയുള്ളത്? ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ മദ്ഹാണ്, ഈ ഉമ്മത്തിന്റെ സവിശേഷതയാണ് ഇന്ന ഉമ്മത്തുൻ ഉമ്മിയ എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ക്രോഡീകരണം എന്നത് സ്വഹാബത്താണ് നബീനെ കേട്ടത്, താബിഈങ്ങളാണ് പിന്നെ കേട്ടത്, പിൽക്കാലത്ത് വന്നവർ ചെയ്തത് അത് പേജിലേക്ക് എഴുതിയേ. കുറച്ചുകൂടെ കാലം മുന്നോട്ട് പോയപ്പോൾ അത് മറ്റൊരു സംവിധാനത്തിലും എഴുതപ്പെട്ടു. ഇന്നിപ്പോൾ മൊബൈലിൽ ഉണ്ട്. നബി ഞങ്ങൾ പറഞ്ഞ ഹദീസൊക്കെ സെർച്ച് ചെയ്താൽ മൊബൈലിൽ കിട്ടും. ഈ കാലത്ത് വന്ന സംവിധാനമാണ്. കമ്പ്യൂട്ടറിൽ കിട്ടും. ഇന്ന് വന്ന സംവിധാനമാണ്. ഇനി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഇതിനേക്കാൾ അപ്പുറത്തേക്ക് മറ്റ് ചില സംവിധാനങ്ങൾ വരും. അത് ഓരോ കാലത്ത് ഓരോ സംവിധാനം അത് രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചു എന്ന് മാത്രം. ആ രേഖപ്പെടുത്തിയതാണ് ഹിജറ 200-കൾക്ക് ഇമാം ബുഖാരി. 200 അതിന് മുമ്പേ ഉണ്ട്. ഹിജറ 1-ാം നൂറ്റാണ്ടിൽ തന്നെ രേഖപ്പെടുത്തൽ നടന്നിട്ടുണ്ട്. അബൂ ഹനീഫ റഹിമഹുല്ലാഹ് ഹദീസ് രേഖപ്പെടുത്തിയ ആളാണ്. അദ്ദേഹം മരണപ്പെട്ട 150-ലാണ്. അതിനു മുമ്പ് ഉമർ ഇബ്നു അബ്ദുൽ അസീസാണ് ആദ്യമായി ഇത് രേഖപ്പെടുത്താൻ വേണ്ടി ആഹ്വാനം നൽകുന്നത്. അതിനു മുമ്പ് ഒറ്റപ്പെട്ട സ്വഹാബിമാർ തങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചതിനേക്കാളേറെ അവർ ഹൃദയസ്ഥമാക്കുകയാണ് ചെയ്തത്. അവിടെ ആ വിമർശനം തന്നെ ശരിയല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു അഅലം. ഓക്കെ, ചോദ്യം ഉണ്ടോ? ഇല്ല, ശരി, നവീനർത്ഥ കൊടുക്കാം. ഒരാളില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചോളി. അടുത്ത ചോദിച്ചാള്. മഹാന്മാരായ ആളുകൾ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ, അവരിൽ നിന്ന് സഹായം കിട്ടും, മരിച്ചുപോയ മഹാന്മാരിൽ നിന്ന് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ അത് ശിർക്കാണ് എന്ന് ഒരു സംശയലേശമന്യേ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കെ എന്തുകൊണ്ടാണ് ജിന്ന് അതല്ലെങ്കിൽ മലക്ക് എന്നീ സൃഷ്ടികളിൽ നിന്ന് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ തന്നെയും, അതല്ലെങ്കിൽ സഹായം അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അവരിൽ നിന്ന് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ പോലും അത് ശിർക്കല്ല എന്തുകൊണ്ട് അതിശക്തമായിക്കൊണ്ട് പറയുന്നില്ല? അതോടൊപ്പം തന്നെ ബദറിൽ മലക്കുകൾ സഹായിച്ചു എന്നെല്ലാം നാം പറയാറുണ്ട്. എങ്കിൽ ഖുർആൻ അടിസ്ഥാനമാക്കി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും നാം ചെയ്യേണ്ടത് അത് ശരിയായ ശിർക്കല്ലാത്ത രൂപത്തിൽ അത് വ്യാഖ്യാനിക്കുകയല്ലേ അത് ചെയ്യേണ്ടത്? പണ്ഡിതന്മാർ പല രൂപത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ? എങ്കിലും നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇതിനൊരു നിലപാടില്ലേ? അപ്പോൾ ആ അടിസ്ഥാനത്തിലല്ലേ നാം സ്വീകരിക്കേണ്ടത്? നമുക്കറിയാം, സമസ്തക്കാർ പല ശിർക്കും തെളിയിക്കുവാൻ വേണ്ടി ഇബ്നു കസീർ റഹ്മഹുല്ലാ അതുപോലുള്ള പണ്ഡിതന്മാരുടെ കിതാബുകളാണ് അടിസ്ഥാനമാക്കി കൊണ്ടുവരാറുള്ളത്. അപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതെല്ലാം നാം അംഗീകരിക്കേണ്ടതുണ്ടോ? പല കാര്യങ്ങളും അവർ എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ? ശിർക്കൻ വാദങ്ങളും അവർ എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ തഫ്സീറുകളിലെല്ലാം? അപ്പോൾ നമുക്ക് ശരിയായ തൗഹീദിൻ്റെ നിലപാടല്ലേ സ്വീകരിക്കേണ്ടത്? ഖുർആൻ ആ രൂപത്തിൽ വ്യാഖ്യാനിച്ചല്ലേ നാം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരണം പറഞ്ഞു തന്നാൽ നന്നാവും. മഹാന്മാരായ ആളുകൾ പറഞ്ഞതെല്ലാം സ്വീകരിക്കണമോ? ഒരിക്കലും വേണ്ട. എത്ര വലിയ ആളുകൾ പറഞ്ഞാലും സ്വീകരിക്കാനൊരു മാനദണ്ഡം നമുക്കുണ്ട്. പ്രമാണങ്ങളോട് യോജിക്കുന്നുവെങ്കിൽ സ്വീകരിക്കും, ഇല്ലെങ്കിൽ തിരസ്കരിക്കും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹത്തോട് ഒരാൾ ഒരു സംശയം ചോദിക്കുന്നു. ഇമാമു സുന്ന എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതനാണ് ഇമാം അഹ്മദ്. അദ്ദേഹം അതിന് പ്രമാണം അടിസ്ഥാനമാക്കി മറുപടി നൽകി. ആ മറുപടി കേട്ടപ്പോൾ ഇമാം അഹ്മദിനോട് ചോദ്യകർത്താവ് പറഞ്ഞു, ഇന്ന ഇബ്നുൽ മുബാറക് ഖാല കദാ വകദാ. അബ്ദുല്ലാഹി മുബാറക് പറഞ്ഞത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ അല്ലല്ലോ, അദ്ദേഹം പറഞ്ഞ മറുപടി വേറെയാണല്ലോ. ഇമാം അഹ്മദിന്റെ പ്രതികരണം, ഇന്ന ഇബ്നുൽ മുബാറക് ലം യൻസിൽ മിനസ് സമാ. ഇബ്നു മുബാറക് ആകാശത്തിൽ നിന്ന് ഇറങ്ങിയ ആളൊന്നുമല്ല, അഥവാ തെറ്റുപറ്റാത്ത ആളല്ല അർത്ഥം. ചോദ്യകർത്താവ് വീണ്ടും പറഞ്ഞു, ഇന്ന ഇബ്രാഹിം ഇബ്നു അദ്ഹം ഖാല കദാ വകദാ. ഇബ്നു മുബാറക് മാത്രമല്ല
ഇബ്രാഹിം ഇബ്നു അദ്ഹമും അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇമാം അഹ്മദ് പ്രതികരിച്ചത് അലൈക്കും ബിൽ അസ്ൽ, നിങ്ങൾ സ്വീകരിക്കേണ്ടത് അസ്ലാണ്, അടിസ്ഥാനമാണ്. കാരണം لأن الشرع لم يكن ليترك لقول رجل معظم في النفوس, ബഹുമാനിക്കപ്പെടുന്ന ഒരാളുടെ വാക്കിന് വേണ്ടി ശരീഅത്ത് ഒഴിവാക്കാവതല്ല, മതം ഒഴിവാക്കാവതല്ല. لأن الشرع أعظم من ذلك الرجل, ശരീഅത്തിന് ആ ആളേക്കാൾ ബഹുമാനമുണ്ട്. എത്ര വലിയ മഹാനാണെങ്കിലും അവരേക്കാൾ മഹത്വമുണ്ട് ദീനിന്. അപ്പൊ ദീനിൽ ഉണ്ടോ എങ്കിലേ സ്വീകാര്യമാകും. ഇമാം മാലിക് റഹിമഹുല്ല മദീന പള്ളിയിൽ നബി തങ്ങളുടെ ഖബർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുമായിരുന്നു, ഈ ഖബറിൽ കിടക്കുന്ന ആളുടേതല്ലാത്ത മറ്റാരുടെ വാക്കിലും തള്ളേണ്ടതുമുണ്ടാകും, കൊള്ളേണ്ടതുമുണ്ടാകും. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയും നിലപാട്, അഹ്ലുസുന്നയുടെയും നിലപാട്. എന്നാൽ പണ്ഡിതന്മാരുടെ കിതാബിൽ പലതും ഉണ്ടാവില്ലേ, ശിർക്കൻ വാദങ്ങൾ ഉണ്ടാവില്ലേ എന്നത് അത്ര നമ്മൾ ലാഘവത്തോടെ പറയേണ്ടുന്ന ഒന്നല്ല. കർമ്മരംഗത്തൊരു പക്ഷേ പലതും വന്നേക്കാം. ഗവേഷണങ്ങൾ, ഇജ്തിഹാദിൽ അബദ്ധങ്ങൾ വരാം, സുബദ്ധങ്ങൾ വരാം. വിശ്വാസരംഗത്ത് അഹ്ലുസുന്നയുടെ നേതാക്കന്മാർക്കൊക്കെ അത്ര കണ്ട് വിശ്വാസം പടിഞ്ഞില്ല, ഒരു അബദ്ധം പറ്റി എന്ന് പറയാൻ നമുക്ക് അല്പം പ്രയാസമുണ്ട്. മാനുഷികമായ പോരായ്മ ഉണ്ടാവില്ല എന്നല്ല, എന്നാൽ അവരാരും ഉദ്ദേശിക്കാത്ത അർത്ഥത്തിൽ അവരെ വാക്കുകളെ പിൽക്കാത്തടുത്ത് ഉദ്ധരിച്ചു എന്നതുകൊണ്ട് അതിന് അവരല്ല ഉത്തരവാദി. ഇബ്നു കസീറിന്റെ വചനം ഉദ്ധരിച്ച് ഇസ്തിഹാസ തെളിവാക്കുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിച്ചുവല്ലോ. അതിന് ഇബ്നു കസീർ ഉത്തരവാദിയല്ല. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിചാരിക്കുക പോലും ചെയ്യാത്ത, അദ്ദേഹം പറഞ്ഞിട്ടില്ലാത്ത, അദ്ദേഹം വിശ്വസിച്ചിട്ടില്ലാത്ത, അദ്ദേഹം പ്രചരിപ്പിച്ചിട്ടില്ലാത്ത ഒരു വിശ്വാസത്തിന് തെളിവായി അദ്ദേഹത്തിന്റെ കിതാബിൽ ഒരു വചനം, ഒരു സംഭവം ഒരാൾ കൊണ്ടുവന്നാൽ ആ കൊണ്ടുവന്ന ആള് തെറ്റായത് ഉപയോഗിച്ചു എന്നല്ലാതെ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അബദ്ധം പറ്റി എന്നല്ലല്ലോ നമ്മൾ പറയേണ്ടത്. ഞാൻ അബദ്ധം പറ്റിയാ സ്വീകരിക്കണോ, ആവശ്യവുമില്ല. ഇനി വിഷയത്തിലേക്ക് വരാം. മരിച്ചവർ സഹായിക്കും, അവർ കാണും, അവർ കേൾക്കുമെന്ന് വിശ്വസിച്ച ശിർക്കാണ് എന്നതുപോലെ എന്തുകൊണ്ട് ജിന്നുകൾ സഹായിക്കും, ജിന്നുകൾ ഉപദ്രവിക്കും, മലക്കുകൾ സഹായിക്കും, മലക്കുകൾ ഉപദ്രവിക്കും വിശ്വസിച്ചാൽ ശിർക്കാണെന്ന് പറഞ്ഞുകൂടാ എന്നതാണ് ചോദ്യത്തിന്റെ മർമ്മം. ഞാൻ മനസ്സിലാക്കിയത് ഈ സംസാരം മുഹീദ്ദീൻ ഷെയ്ഖ് കേൾക്കും എന്നൊരാൾ വിശ്വസിച്ചാൽ എന്താ വിധി? നമ്മളൊക്കെ ഒരേ സ്വയത്തെ പറയും, അത് ശിർക്കാണ്. ഈ സംസാരം മലക്കുകൾ കേൾക്കുന്നുണ്ടാകും എന്ന് വിശ്വസിച്ചാലോ ശിർക്കാണോ? അല്ല. ഈ സംസാരം ഇവിടെ ഹാജറുള്ള പല ജിന്നുകളും കേൾക്കുന്നുണ്ടാകാം എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണോ? അല്ല. അപ്പൊ മരിച്ചുപോയവർ സമം മൊയ്തീൻ ഷെയ്ഖ് സമം ജിന്ന്, മൊയ്തീൻ ഷെയ്ഖ് സമം മലക്ക് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇതിനപ്പുറത്തെ ഖബർസ്ഥാൻ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ ഈ സംസാരം കേൾക്കുന്നു വിശ്വസിച്ചാലോ അപ്പോഴും ശിർക്ക് തന്നെയാണ്. അപ്പൊ അവിടെ എന്തോ വ്യത്യാസമുണ്ട് എന്നല്ല അതിനർത്ഥം. ഉഹദിൽ പോയി സംസാരിക്കുമ്പോൾ ഉഹദിൽ ശുഹദാക്കൾ കിടക്കുന്നവരവിടെ ആ സംസാരം ഉഹദിൽ മറമാടപ്പെട്ട ശുഹദാക്കൾ കേൾക്കുമെന്ന് വിശ്വസിച്ചാലോ ശിർക്കാണ്. മമ്പുറത്ത് പോയി മമ്പുറം ചാടത്തിന് മുമ്പ് വർത്തമാനം പറയുമ്പോൾ ഈ സംസാരം മമ്പുറം തങ്ങൾ കേൾക്കും എന്ന് വിശ്വസിച്ചാലോ ശിർക്കാണ്. എന്തുകൊണ്ട്? മരിക്കുന്നതോടുകൂടി ഈ വ്യവസ്ഥകൾ അവസാനിച്ചു. കേൾക്കാൻ അല്ലാഹു തആല നിശ്ചയിച്ചത് മനുഷ്യനും ജിന്നിനും മലക്കിനും പക്ഷിക്കും മൃഗങ്ങൾക്കുമെല്ലാം അല്ലാഹു നിശ്ചയിച്ച സംവിധാനമുണ്ട്, വ്യവസ്ഥയുണ്ട്, കാത് എന്ന സിസ്റ്റം. ആ വ്യവസ്ഥ അവസാനിക്കലാണ് മരണം. ദുനിയാവുമായുള്ള ബന്ധം മുറിഞ്ഞു മരിച്ചാൽ പിന്നെ ബർസഖി ലോകത്താണ് അയാളുടെ ജീവിതം. അവിടെ കേൾവിണ്ടാകാം, അവിടെ കാഴ്ച ഉണ്ടാകാം, അവിടെ സന്തോഷമുണ്ടാകാം, അവിടെ ദുഃഖമുണ്ടാകാം. അത് മറ്റൊരു ലോകമാണ്. ദുനിയാവുമായുള്ള ബന്ധങ്ങൾ അവസാനിച്ചു മരിച്ചതോടുകൂടി. അതുകൊണ്ട് ആ മരിച്ചാൽ എത്ര വലിയ മഹാനാണെങ്കിലും ആ മഹാനെ നമ്മൾ കുളിപ്പിക്കുകയാണ് ചെയ്യുക. നബിതങ്ങൾ മരിച്ചപ്പോഴും സ്വഹാബിമാർ കുളിപ്പിക്കുക ചെയ്ത്, നബി സ്വയം കുളിച്ചിട്ടില്ല. എത്ര വലിയ ആൾ മരിച്ചാലും ആ മയ്യത്ത് മറമാടപ്പെടുന്നു. എത്ര വലിയൊരു മരിച്ചാലും അവിടെ സമ്പത്ത് ഓഹരി വെക്കപ്പെടുന്നു, അമ്പിയാക്കളുടെ ഒഴികെ. എത്ര വലിയൊരു മരിച്ചാലും അവിടെ ഭാര്യമാരെ മറ്റൊരാൾക്ക് വിവാഹം കഴിക്കാം, നബിമാരുടേത് ഒഴികെ. എന്തുകൊണ്ട്? മരിക്കുന്നതോടുകൂടി ദുന്യാവുമായുള്ള ബന്ധങ്ങൾക്കുള്ള വ്യവസ്ഥകൾ അവസാനിച്ചു. കണ്ണും കാതും കയ്യും കാലും ഒക്കെ
പിന്നെ ഉപയോഗശൂന്യമായി മാറി. ഇനി അയാൾ കേൾക്കും, കാണും, അയാൾ അറിയും എന്ന് വിശ്വസിക്കണമെങ്കിൽ ഈ വ്യവസ്ഥകളൊന്നും ഇല്ലാതെ തന്നെ കേൾക്കാൻ കഴിയും, കാണാൻ കഴിയും എന്ന വിശ്വാസം വേണം. വ്യവസ്ഥകളില്ലാതെ കേൾക്കുന്നവൻ അല്ലാഹു തആലയാണ്. വ്യവസ്ഥകൾക്ക് അതീതമായ കേൾവി, വ്യവസ്ഥകൾക്ക് അതീതമായ കാഴ്ച, വ്യവസ്ഥകൾക്ക് അതീതമായ കഴിവ്, അറിവ് അല്ലാഹു തആലക്ക് മാത്രമാണ്. വ്യവസ്ഥയെല്ലാം അവസാനിച്ചാലും അറിവുണ്ട്, കഴിവുണ്ട്, കേൾവിയുണ്ട് എന്ന് വിശ്വസിക്കണമെങ്കിൽ അള്ളാന്റെ കഴിവ്, അള്ളാന്റെ അറിവ്, അള്ളാന്റെ കേൾവി ഒക്കെ ഇവർക്കുണ്ട് എന്ന് വിശ്വസിച്ചു കൊള്ളണം. അപ്പൊ ശിർക്ക് വന്നു. എന്നാൽ ഒരു മലക്ക് ഇവിടെ ഉണ്ടെങ്കിൽ ഈ മലക്ക് സംസാരം കേൾക്കുന്നു വിശ്വസിക്കണമെങ്കിൽ വ്യവസ്ഥ ഇല്ലാത്ത കേൾവി മലക്കിനുണ്ട് വിശ്വസിക്കണോ? വേണ്ട. ഇവിടെ ജിന്നുണ്ടെങ്കിൽ ആ ജിന്നുകൾ ഈ സംസാരം കേൾക്കുന്നുണ്ടാകാം എന്ന് വിശ്വസിച്ചാൽ അവിടെ വ്യവസ്ഥകൾക്ക് അതീതമായി ജിന്നിനെ കേൾക്കുന്നു വിശ്വസിക്കണോ? വേണ്ട. അപ്പൊ ശിർക്കല്ല. നാം മരിച്ചൊരു ജിന്ന് ഈ സംസാരം കേൾക്കുന്നുണ്ടോ വിശ്വസിച്ചാലോ ശിർക്ക് വന്നു. എന്തുകൊണ്ട്? ജിന്നാണെങ്കിലും മരിച്ചാൽ ജിന്നിന്റെ വ്യവസ്ഥ അവസാനിച്ചു. ഇനി ആ ജിന്നെ കേൾക്കണമെങ്കിൽ വ്യവസ്ഥകൾക്ക് അതീതമായി കേൾക്കണം. ആ കേൾവി അല്ലാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അതാണ് വ്യത്യാസം. എന്ന പോലെ തന്നെ ഉപദ്രവവും സഹായവും ഇടപെടലും എല്ലാം അങ്ങനത്തെയാണ്. ജിന്നുകൾ മനുഷ്യനെ ഉപദ്രവിക്കും, ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. പിശാച് വസ്വാസ് ഉണ്ടാക്കും, എല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ, ആർക്കും തർക്കമില്ല. അതെങ്ങനെ ഉണ്ടാക്കുക? അപ്പൊ വ്യവസ്ഥകൾക്ക് അതീതമായ കഴിവ് ശൈത്താനുണ്ടോ? ഇല്ല. നാം മരിച്ചുപോയൊരു ശൈത്താൻ, മരിച്ചുപോയൊരു ജിന്ന് നമുക്ക് വസ്വാസ് ഉണ്ടാക്കുമോ? ഉണ്ടാക്കൂല. മരിച്ചൊരു ജിന്ന് നമുക്ക് വസ്വാസ് ഉണ്ടാക്കുന്നു വിശ്വസിച്ചാൽ ശിർക്ക് വന്നു. അല്ലാത്ത ഒരു ജിന്ന്, അല്ലാത്ത ശൈത്താൻ വസ്വാസ് ഉണ്ടാക്കുന്നു വിശ്വസിച്ചാലോ ശിർക്കല്ല, തൗഹീദിനെതിരല്ല. അപ്പൊ എന്താ വ്യത്യാസം? അവന് വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്നെന്തോ അവൻ ചെയ്യും. സാഹിറിനെ സഹായിക്കും ശൈത്താൻ. എങ്ങനെ? അവന് വ്യവസ്ഥയുണ്ട്. ബദറിൽ മലക്കിറങ്ങി, ബദറിൽ ഇബ്ലീസും ഇറങ്ങി. അല്ലാഹു പഠിപ്പിച്ചു, നബി ഞങ്ങളും പഠിപ്പിച്ചു. ഫലമ്മാ തറാ അൽ ജംആനി നകസ അലാ അഖിബൈഹി എന്ന് അല്ലാഹു ഖുർആനിൽ പഠിപ്പിച്ചു. രണ്ട് സംഘങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ പിശാച് പിന്മാറി. അവൻ പറഞ്ഞു, നിങ്ങൾ കാണാത്ത ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് പിന്മാറിപ്പോയില്ല. ബദറിൽ മലക്കും ഇറങ്ങി, ഇബ്ലീസും സൈന്യങ്ങളും ഇറങ്ങി. മലക്കിറങ്ങി വിശ്വാസികളെ സഹായിക്കാൻ, ഇബ്ലീസ് വന്നത് അല്ലാത്തവരെ സഹായിക്കാൻ. പക്ഷെ മലക്കിനെ കണ്ടപ്പോൾ ഇബ്ലീസ് പിന്മാറിപ്പോയി. എങ്ങനെ അവർക്ക് വരാൻ പറ്റുന്ന? മരിച്ചുപോയ ഏതെങ്കിലും ജിന്നാള് ഇബ്ലീസിന്റെ കൂടെ ബദർക്ക് വന്നിട്ടുണ്ടാവോ? ഉണ്ടാവില്ല. ഉണ്ടെന്ന് വിശ്വസിച്ചാലോ ശിർക്ക് വന്നു. അപ്പൊ വ്യവസ്ഥക്കുള്ളിൽ അല്ലാഹു വെച്ച വ്യവസ്ഥ പ്രകാരം ഏതു സൃഷ്ടിക്കും എന്തു ചെയ്യാൻ കഴിയുമോ അതവർ ചെയ്യും എന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല. വ്യവസ്ഥകൾക്ക് അതീതമായി ഏതു സൃഷ്ടി കാണും, കേൾക്കും, അറിയും, ഇടപെടും, സഹായിക്കും, ഉപദ്രവിക്കും, കേൾക്കും എന്നൊക്കെ വിശ്വസിച്ചാൽ അത് ശിർക്കായി. കാരണം അള്ളാഹുവിന്റെ കഴിവ്, അറിവ് എന്നിവ ആ സൃഷ്ടിക്ക് വകവെച്ചു കൊടുത്തു. അതാണ് ഇതിന് വ്യത്യാസം. സമസ്തക്കാരെ സംബന്ധിച്ചോ സ്വയം കഴിവുണ്ട് വിശ്വസിച്ചാൽ ശിർക്ക് വന്നു. സ്വയം കഴിവില്ലേ, വ്യവസ്ഥകൾക്ക് അതീതമായി കാണും, കേൾക്കുന്നൊക്കെ വിശ്വസിച്ചാലും ഒരു കുഴപ്പമില്ല. ലോകത്ത് എവിടുന്ന് വിളിച്ചാലും കാണും, എല്ലാം അറിയും, എല്ലാത്തിനും ഉത്തരം ചെയ്യും എന്ന് വിശ്വസിച്ചാലും പ്രശ്നമില്ല. സ്വയം കഴിവില്ല വിശ്വസിച്ചാൽ മതിയാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു, അല്ലാഹ് പ്രവർത്തിക്കുന്ന ഒക്കെ ഔലിയാക്കന്മാരും പ്രവർത്തിക്കുന്നു. അല്ലാഹ് എന്തൊക്കെ പ്രവർത്തിക്കോ അതൊക്കെ ഔലിയാക്കന്മാർ പ്രവർത്തിക്കും എന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞു. പക്ഷെ വ്യത്യാസം എന്താ? അല്ലാഹ് ചെയ്യുന്ന ഒക്കെ ചെയ്യും, അല്ലാഹ് ചെയ്യുന്ന പോലെ ചെയ്യൂല. എന്താ അത്? ചെയ്യുന്ന പോലെയാണ് അല്ലാഹ് ചെയ്യുന്നത് ഒരു മാധ്യമമില്ലാതെയാണ്, സ്വയം കഴിവ് കൊണ്ടാണ്. ഇവർ ചെയ്യുന്നതോ അല്ലാഹ് കൊടുത്ത കഴിവ് കൊണ്ടാണ്. അതാണ് വ്യത്യാസം. അത് മാറ്റിവെച്ചാൽ അള്ളാഹു ചെയ്യുന്ന എല്ലാം ചെയ്യാൻ മഹാന്മാർക്കും പറ്റുന്ന ജിഫ്രി തങ്ങൾ പ്രസംഗിച്ചത്. അതുകൊണ്ട് തന്നെ അതല്ല മാനദണ്ഡം. അപ്പോൾ അല്ലാഹു തആലയുടെ എന്തെങ്കിലും ഒന്ന് ആർക്ക് വകവെച്ചു കൊടുക്കൽ വന്നോ അവിടെയാണ് ശിർക്ക് വന്നത്. അത് ജിന്നിന് വകവെച്ച ശിർക്കായി, മലക്കിന് വകവെച്ച ശിർക്കായി, മഹാന്മാർക്ക് വകവെച്ച ശിർക്കായി, മരിച്ചവർക്ക് വകവെച്ച ശിർക്കായി, മരിക്കാത്തവർക്ക് വകവെച്ചു കൊടുത്താലും ശിർക്കായി. അല്ല, മരിച്ചവർക്ക് മാത്രമല്ല. പിന്നെന്താ മരിച്ചവരെ പറയണത്? മരിക്കുന്നതോടുകൂടി വ്യവസ്ഥകൾ അവസാനിക്കുന്നു. ഇനി അവർ കാണും, കേൾക്കും, അറിയുന്നു വിശ്വസിക്കണമെങ്കിൽ വ്യവസ്ഥകൾക്ക് അതീതമായ അറിവുണ്ട്, കഴിവുണ്ട്, കാഴ്ചയുണ്ട്, കേൾവിയുണ്ട് എന്ന് വിശ്വസിക്കണം. അപ്പോഴേ അവർ അത് വിശ്വസിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള വിശ്വാസമോ
അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അതുകൊണ്ടാണ് ആ വിഷയത്തെ നമ്മൾ അങ്ങനെ വ്യക്തമാക്കുന്നത്. ഇതാണ് ലോകത്ത് പഠിപ്പിച്ച എല്ലാവരും പഠിപ്പിച്ചത്. ഇത് അധീനമായൊരു വിശ്വാസം, ഇതിനപ്പുറത്തെ വിശ്വാസത്തിൽ ഒരു വ്യതിയാനം, ഒരു അബദ്ധം ലോകത്ത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരാരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ലോകത്ത് പണ്ഡിതന്മാർക്ക് ആർക്കും ജിന്നുമായി ബന്ധപ്പെട്ട ഇടപാടുകളോ മലക്കുമായി ബന്ധപ്പെട്ട ഇടപെടലുകളോ ഒന്നും നിഷേധിക്കേണ്ടി വരാതെ പോയത്. സിഹർ നിഷേധിക്കേണ്ടി വന്നില്ല, ബദൽ മലക്ക് ഇങ്ങനെ നിഷേധിക്കേണ്ടി വന്നില്ല. എന്നാൽ ഈ നിലപാടൊന്നും മാറി ജിന്നും മലക്കൊക്കെ അഭൗതികാണെന്നും അവർ കാണുന്ന വിശ്വസിച്ചാൽ ശിർക്കായി, കേൾക്കുന്ന വിശ്വസിച്ചാൽ ശിർക്കായി, സഹായിക്കുന്ന വിശ്വസിച്ചാൽ ശിർക്കായി എന്ന് പറഞ്ഞു വെച്ചപ്പോൾ അത്തരം ആളുകൾക്ക് ബദലിൽ മലക്കിറങ്ങിയിട്ടില്ല എന്ന് പറയേണ്ടി വന്നു. മലക്കിറങ്ങിയത് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി എന്ന് പറയേണ്ടി വന്നു. സംസമിന് ബർക്കത്തില്ല എന്ന് പറയേണ്ടി വന്നു. 2016 ഓഗസ്റ്റ് 7 ശബാബിന് ലേഖനം വന്നു, സംസമിന് യാതൊരു ബർക്കത്തുമില്ല, ഹജറുൽ അസ്വദിന് യാതൊരു മഹത്വവുമില്ല എന്ന് ലേഖനം എഴുതേണ്ടി വന്നു. എന്തുകൊണ്ട്? ഈ തെറ്റായ നയം സ്വീകരിച്ചപ്പോഴാണ് അതൊക്കെ ഉണ്ടായി വന്നത്. വല്ലാഹു അഅലം. ഞാനില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഇതിനോട് ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. ഓക്കെ. അതായത് ബദറിൽ മലക്കിറങ്ങി എന്നുള്ളത് ഖുർആനിൽ വന്നതാണ്, നസ്സായി വന്നതാണ്. പക്ഷേ ഇതിനപ്പുറമുള്ള കാര്യങ്ങൾ നമ്മൾ ഖുർആനിലെ നസ്സായി വന്നിട്ടില്ലാത്ത കാര്യങ്ങൾ ജിന്ന് സഹായിക്കുമെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മലക്ക് സഹായിക്കുമെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് ശിർക്കാവില്ലേ? ബദറിൽ സഹായിച്ചു എന്ന് വന്നതാണ്, എന്നാൽ മറ്റു രൂപത്തിൽ ഒരു മരുഭൂമിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ജിന്നിൻ്റെ സഹായം കിട്ടിയേക്കാം എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് ശിർക്കല്ലേ എന്നാണ് ചോദ്യം. അല്ല, ഒരിക്കലുമല്ല. നസ്സായി വന്നതുകൊണ്ട് തൗഹീദ്, നസ്സായി വന്നില്ലെങ്കിൽ ശിർക്ക് എന്നൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ബദറിൽ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിയെന്ന് ഖുർആൻ ആയത്ത് വരുമോ? ബദറിൽ കഴിഞ്ഞ കാല അമ്പിയാക്കളൊക്കെ ഇറങ്ങി, അവരൊക്കെ യുദ്ധം ചെയ്തു എന്ന് ആയത്ത് ദിവസം ഉണ്ടാകുമോ? ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അങ്ങനെ വ്യവസ്ഥയില്ല. എന്നാ മലക്കിറങ്ങി എന്ന് വന്നു, ഇബ്ലീസ് ഇറങ്ങി എന്ന് വന്നു, എന്തുകൊണ്ട്? അങ്ങനെ വ്യവസ്ഥ ഉണ്ട്. എന്നാ വേറെ എവിടെയും ഇറങ്ങൂലെന്നുണ്ടോ? ഇല്ല. പിശാച്ച് ഇടപെടുമെന്നില്ലേ? രക്തം സഞ്ചരിക്കുന്ന സ്ഥലത്തെല്ലാം പിശാച്ച് സഞ്ചരിക്കുമെന്നില്ലേ? യജ്രീമേ ഇൻസാനി മജ്റദ്ദമി, രക്തം സഞ്ചരിക്കുന്നിടത്തെല്ലാം പിശാച്ച് സഞ്ചരിക്കും എന്നില്ലേ? ജിന്നുകളും മനുഷ്യന്മാരും പരസ്പരം സഹായികളായി വർത്തിക്കും, ഖുർആൻ പഠിപ്പിച്ചിട്ടില്ലേ? വിശുദ്ധ ഖുർആൻ വെല്ലുവിളിച്ചു, ജിന്നും മിൻസും ഒരുമിച്ച് കൂടിയാലും ശരി ഇതുപോലെ ഖുർആൻ കൊണ്ടുവരാൻ കഴിയില്ല. വലൗ കാന ബഅ്ദുഹും ലിബഅ്ദിൻ ളഹീറ, ജിന്നുകളും മിൻസുകളും പരസ്പരം സഹായികളായി വർത്തിച്ചാലും ശരി സമാനമായ ഖുർആൻ കൊണ്ടുവരാൻ കഴിയില്ല. സൂറത്ത് ഇസ്രാ. ജിന്നുകളും മനുഷ്യന്മാരും പരസ്പരം സഹായികളായി വർത്തിച്ചാലും ശരി അത് സംഭവ്യമായ കാര്യമല്ലെങ്കിൽ മുസ്ലിങ്ങൾ പറഞ്ഞ അതിപ്പോ ധൈര്യമായി വെല്ലുവിളിക്കാലോ, എന്തായാലും ജിന്നും മിൻസും തമ്മിൽ സഹായിക്കുക ഉറപ്പല്ലേ, പിന്നെ ധൈര്യമായി വെല്ലുവിളിച്ചൂടെ എന്ന് പറയില്ലേ? അപ്പൊ അവർക്ക് പോലും അറിവുള്ള കാര്യമായിരുന്നത്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്തിംതാഇ നടത്തി, പരസ്പരം സുഖമെടുത്തു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ആസ്വദിച്ചു. ഖുർആൻ പഠിപ്പിച്ച കാര്യമല്ലേ? മറ്റു വ്യത്യസ്തങ്ങളായ വചനങ്ങളിൽ സമാനമായ ഒരുപാട് സംഭവങ്ങൾ കാണാൻ കഴിയുന്നു. ജാഹിലിയ്യ കാലത്തടക്കം നബിതങ്ങളെപ്പറ്റി എന്ത് ആക്ഷേപം ഉന്നയിക്കണമെന്ന് മുസ്ലിങ്ങൾ യോഗം കൂടി ചർച്ച ചെയ്തു. ചിലർ പറഞ്ഞു നമുക്ക് ഭ്രാന്തനാണെന്ന് പറയാം. വലീദ് ഇബ്നു മുഗീറ അന്നുണ്ട്, ഖാലിദ് ഇബ്നു വലീദിന്റെ വാപ്പ വലീദ് ഇബ്നു മുഗീറ ഖുറൈശികളിൽ കാരണവരാണ്. അറിവ് കൊണ്ട്, കഴിവ് കൊണ്ട്, സമ്പത്ത് കൊണ്ട്, തറവാട് കൊണ്ട്, ആൾബലം കൊണ്ട് എല്ലാം അവിടുത്തെ കാരണവരാണ് വലീദ് ഇബ്നു മുഗീറ. ആ വലീദ് പറഞ്ഞു, എന്ത് അബദ്ധങ്ങളിൽ പറയണത്, ഇത്രയും കാലം അല്ലമീന്ന് വിളിച്ച നമ്മൾ പിന്നെ ഭ്രാന്തനാന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ നമ്മളെ ഒരു പിന്നെ കണക്കാക്കൂലേ? അത് പറയാൻ പറ്റില്ല. എന്നാ പിന്നെ നമുക്ക് അദ്ദേഹം ഒരു അധികാരമോഹിയാണെന്ന് പറയാം. അപ്പോഴും വലീദ് പറയാ അതൊന്നും പറഞ്ഞ ആൾക്കാരെ വിശ്വസിക്കൂല. എങ്കിൽ നമുക്ക് കവിയാണ്, ഖുർആൻ കവിതയാണെന്ന് പറയാം. അവിടെ വലീദ് പറഞ്ഞു അത് ഒരിക്കൽ ഞാൻ സമ്മതിക്കൂല. കാരണം എനിക്ക് ഇൻസുകളുടെ കവിതയും ജിന്നുകളുടെ കവിതയും എനിക്കറിയാം, ഒരു കവിതയുമായുള്ള യാതൊരു സാദൃശ്യവും ഇതിനില്ല. അവിടെ ഇത് പറയാൻ പറ്റൂല. എന്നാ പിന്നെ നമുക്ക് സിഹറാണ്, ഇതൊരു മാരണമാണ്, മാസ്മരികമാണെന്ന് പറയാം. അപ്പൊ വഴി അത് പറയാം, അത് പറഞ്ഞാൽ മനുഷ്യന്മാരെ വിശ്വസിച്ചോളും. അങ്ങനെയാണ് ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യൂസർ എന്ന് അല്ലാഹു ഖുർആനിൽ ആയത്തിറക്കി. ദർനി വമൻ ഖലഖ്തു വഹീദ
വജഅൽതു ലഹു മാലം മംദൂദ വബനീന ശുഹൂദ എന്ന് പറഞ്ഞ ഖുർആൻ ആയത്തിറക്കി. അവിടെയാണ് ആ സംഭവം ഉണ്ടായത്. അവിടെ ജിന്നുകളുടെയും ഇൻസുകളുടെയും കവിത എനിക്കറിയാം എന്ന വലീദിന്റെ പ്രയോഗം ജാഹിലിയ്യ കാലത്ത് അങ്ങാടിയ മനുഷ്യന്മാരുണ്ടായിരുന്നു. അപ്പൊ അത് അള്ളാഹ് ദുനിയാവിൽ വെച്ച ഒരു വ്യവസ്ഥയാണ്. പക്ഷെ ഇന്ന സ്ഥലത്ത് ജിന്നുണ്ടാകും എന്ന് പറയണമെങ്കിൽ തെളിവ് വേണം. അവിടെ അതുണ്ട് ഇവിടെ അതുണ്ട് എന്ന് പറയണമെങ്കിൽ തെളിവ് വേണം. ജിന്നുകളെ വാസസ്ഥലം ഭൂമിയാണ്, മലക്കളുടെ വാസസ്ഥലം ആകാശമാണ്. മനുഷ്യന്റെ വാസസ്ഥലം ഭൂമിയാണ്. മലക്കുകളുടെ വാസസ്ഥലം ആകാശമാണ്. അവർക്ക് അല്ലാതെ കൽപ്പന പ്രകാരം ഭൂമിക്ക് ഇറങ്ങി വരാൻ പറ്റും. ജിന്നുകളുടെ വാസസ്ഥലം ഭൂമിയാണ്. അവർക്ക് ആകാശത്തേക്ക് കയറിപ്പോകാൻ കഴിയും. മനുഷ്യന്റെ വാസസ്ഥലം ഭൂമിയാണ്. മനുഷ്യന് മറ്റു ഉപകരണങ്ങളൊന്നും ഇല്ലാതെ ആകാശത്തേക്ക് കയറിപ്പോകാൻ കഴിയില്ല. ഇതാണ് വ്യത്യാസം. അതേപോലെ മനുഷ്യന് ശബ്ദം മാറ്റാൻ കഴിയും, രൂപം മാറ്റാൻ കഴിയില്ല. ജിന്നുകൾക്കും മലക്കുകൾക്കും രൂപം മാറ്റാനും കഴിയും, രൂപം മാറി വരാൻ പറ്റും. ജിബ്രീൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ രൂപത്തിൽ വന്നിട്ടുണ്ട്, പിശാച് മനുഷ്യ രൂപത്തിൽ വന്നിട്ടുണ്ട്, അല്ലാത്ത രൂപത്തിലും വന്നിട്ടുണ്ട്. അപ്പൊ മലക്കുകൾക്കും ജിന്നുകൾക്കും രൂപം മാറാൻ കഴിയും, മനുഷ്യൻ രൂപം മാറാൻ കഴിയില്ല, ശബ്ദം മാറ്റാൻ കഴിയും. അതുകൊണ്ടാണ് മിമിക്രി നടത്തുന്നത്, ശബ്ദം മാറ്റുന്നുണ്ട്. ഇങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ അല്ലാഹു പഠിച്ച സൃഷ്ടികളാണ്, ഭൂമിയിലാണ് ജീവിക്കുന്നത്. അവർക്ക് അത് നിശ്ചയിച്ച എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉണ്ട്. അവർക്ക് ഭക്ഷണമുണ്ട്, പാനീയമുണ്ട്, സന്താനങ്ങളുണ്ട്. അതൊക്കെ ഖുർആനും ഹദീസും പഠിപ്പിച്ച കാര്യമാണ്. അവനെ അവന്റെ സന്താനങ്ങളെയും നിങ്ങൾ മിത്രങ്ങളായി സ്വീകരിക്കുകയാണോ? സൂറത്തുൽ കഹ്ഫിൽ ആയത്ത് സന്താനങ്ങൾ എന്ന പ്രയോഗം അവിടെ വന്നു. ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും. അവനും അവന്റെ കബീലയും അവന്റെ കൂട്ടാളികളും നിങ്ങളെ കാണുന്നു എന്ന് ഖുർആൻ പഠിപ്പിച്ചു. ജ്യോത്സ്യന്മാരെ പറ്റി നബിയോട് ചോദിച്ചു, നബിയെ ജ്യോത്സ്യന്മാരെ കുറിച്ച് എന്ത് പറയാനുണ്ട്? നബി ഞങ്ങളെ പറഞ്ഞു, ലൈസു ബിശൈഇൻ, അവർ ഒന്നുമല്ല. സ്വഹാബത്ത് നബിയെ അങ്ങനെ ഒന്നുമല്ല എന്ന് പറയാൻ പറ്റൂതല്ലോ, അവർ പറയുന്ന പല കാര്യങ്ങളും ശരിയാകുന്നുണ്ടല്ലോ. നബി ഞങ്ങളെ പറഞ്ഞു, അത് പിശാച് കട്ടുകേട്ട് തട്ടിയെടുത്ത് അവന്റെ കാതിൽ വന്ന് മന്ത്രിച്ചു കൊടുക്കുകയാകുന്നു. അപ്പൊ മനസ്സിലാ, അതാണ് പരിപാടി. അപ്പൊ അങ്ങനെ വന്ന് മന്ത്രിച്ചു കൊടുക്കലുണ്ട്. അവർ തമ്മിൽ ബന്ധങ്ങളുണ്ട്. ഇന്ന ശൈത്വാന യഹൂന ഇലാ ഔലിയാഹിം, പിശാച് അവന്റെ മിത്രങ്ങൾക്ക് ബോധനം നൽകുന്നു. ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടുണ്ടായി? ഇതെല്ലാം അല്ലാഹ് വെച്ച വ്യവസ്ഥക്കുള്ളിൽ ഉള്ള കാര്യമാണ്. അല്ല ഒരു സംഗതി നെസ്സുലുണ്ടോ തൗഹീദായി, നെസ്സുലില്ലേ ശിർക്കായി എന്നൊരു വേർതിരിവല്ല ഉള്ളത്. ഖുർആൻ ഇറങ്ങുന്ന മുമ്പും തൗഹീദ് ശിർക്ക് വ്യത്യാസമില്ല. ഖുർആനിൽ ഒരായത്തും ഇറങ്ങാത്ത കാലത്തും തൗഹീദ് തൗഹീദാണ്, ശിർക്ക് ശിർക്കുമാണ്. അപ്പൊ ഇതന്നെ ബദലിൽ മലക്കിറങ്ങി എന്നൊരു ആയത്ത്, ആ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് ബദലിൽ മലക്കിറങ്ങുന്നത് വിശ്വസിച്ചാൽ ശിർക്കാവോ? ആ ഒരു ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് ബദലിൽ മലക്കിറങ്ങും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാവോ? ശിർക്കാവൂല. പക്ഷെ ഇറങ്ങോ ഇല്ലേ അല്ലാഹു അഅലം, അത് അല്ലാഹ് തീരുമാനിച്ചാൽ ഇറങ്ങുള്ളൂ. അപ്പോൾ നെസ്സിന് വന്നത് കൊണ്ട് തൗഹീദ് ഇല്ലെങ്കിൽ ശിർക്ക് എന്ന് പറയാൻ പറ്റില്ല. ഒരു ആയത്തിറങ്ങിയപ്പോഴും അതുവരെ ശിർക്കായ ഒന്ന് തൗഹീദായി മാറിയിട്ടില്ല. ഒരു ആയത്തിറങ്ങുമ്പോൾ അതുവരെ ശിർക്കായ ഒരു കാര്യം ആ ആയത്ത് ഒന്നുകൂടി തൗഹീദായി മാറി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആയത്തിറങ്ങിയത് ശിർക്ക് തൗഹീദാക്കാനല്ല. ശിർക്ക് അല്ലാഹു തആല ആകാശ ഭൂമികളെ പടക്കുന്നതിന് മുമ്പ് തന്നെ ശിർക്കാണ്. തൗഹീദ് അതിന് മുമ്പേ തൗഹീദുമാണ്, അതിൽ മാറ്റമില്ല. ആ തൗഹീദ് പഠിപ്പിക്കാനാണ് ആയത്തിറങ്ങിയത്. അല്ല ആയത്തിറങ്ങും ഓരോ ആയത്തിങ്ങ് ഇറങ്ങുമ്പോൾ ഇന്നലെ വരെ ശിർക്കായത് എന്തൊരു ആയത്തിറങ്ങുമ്പോൾ തൗഹീദായി, ഇനി ഇന്ന് ശിർക്കായ നാളെ ആയത്തിറങ്ങുമ്പോൾ അപ്പൊ തൗഹീദായി എന്നൊന്നില്ല. അതിൽ മാറ്റം ഉണ്ടാവില്ല. ഒരു നബിയും വന്നിട്ടില്ലെങ്കിലും ഒരു ഖുർആനും ഇറങ്ങിയിട്ടില്ലെങ്കിലും തൗഹീദ് തൗഹീദ് തന്നെയാണ്, ശിർക്ക് ശിർക്ക് തന്നെയാണ്, അതിൽ മാറ്റമില്ല. ആ ഉള്ളതിനെ പഠിപ്പിക്കാനാണ് നബിമാര് വന്നത്, പ്രമാണങ്ങൾ ഇറക്കിയത്. അല്ല അവർ വന്നപ്പോൾ പുതിയ ഒരു സംഗതി തൗഹീദായി മാറിയിട്ടില്ല. ആ ഒരു വ്യത്യാസമാണ് നാം തിരിച്ചറിയേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം. ഓക്കേ, അൽഹംദുലില്ലാഹ്. വേറെ ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. നമ്മുടെ പ്രോഗ്രാമിൻ്റെ അവസാന ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി ആരെങ്കിലും പ്രസക്തമായ വല്ല ചോദ്യം ഉണ്ടെങ്കിൽ ഒരു ചോദ്യത്തിന് കൂടി അവസരം കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കണം. ഉണ്ടോ? ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർക്കിടയിൽ ഇത്രയും അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത്? ഖുർആനിലും സുന്നത്തിലൊക്കെ ഇതൊക്കെ വ്യക്തമാക്കിയിട്ടില്ലേ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹി ഇവർക്കിടയിലൊക്കെ പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വല്ല
ഇങ്ങനത്തെ വല്ല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടോ? അവസാനത്തെ ചോദ്യമായിട്ടാണ് ഈ ചോദ്യം ഇവിടെ. ഇൻഷാ അല്ലാഹ് സമയം ഏകദേശമായി. ഇൻഷാ അല്ലാഹ് ഇതിനു കൂടി ഫൈസൽ മൗലവി തന്നെ മറുപടി പറയും. അതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം ചോദ്യോത്തര സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ നമുക്ക് ഏകദേശം അനുവദിച്ച സമയം അപ്പോഴേക്കാവും. അപ്പോൾ ആ ചോദ്യത്തിന് കൂടി മൗലവി മറുപടി. അവസാനത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ്. വളരെ നല്ല ഒരു ചോദ്യമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ രണ്ട് രൂപത്തിലാണ്. ഒന്ന്, അനുവദനീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ചാൻസ് ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. മറ്റൊന്ന്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇസ്ലാമിൽ രണ്ടു തരം മേഖലകൾ പഠിപ്പിക്കപ്പെടുന്നു. ഒന്ന് വിശ്വാസകാര്യങ്ങൾ, മറ്റൊന്ന് കർമ്മകാര്യങ്ങൾ. വിശ്വാസകാര്യങ്ങളിൽ അള്ളാഹു റസൂലും എന്താണോ വിശ്വസിക്കാൻ പറഞ്ഞത് അതേപടി വിശ്വസിക്കുക. അതുകൊണ്ട് അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. പക്ഷെ അത് വ്യത്യാസം ഉണ്ട്. അശ്അരികൾ ഒന്ന് വിശ്വസിക്കുന്നു, മാതുരീദികൾ മറ്റൊന്ന് വിശ്വസിക്കുന്നു, സൂഫികൾ വേറൊന്ന് വിശ്വസിക്കുന്നു, ഖവാരിജുകൾ മറ്റൊന്ന് വിശ്വസിക്കുന്നു. എന്നാൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ ഇവിടെയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലതാനും. അപ്പൊ പിന്നെ ആ അഭിപ്രായ വ്യത്യാസം എങ്ങനെ ഉണ്ടായി? ഒന്നുകിൽ അറിവില്ലായ്മ, അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ അബദ്ധ ധാരണകൾ. ഇതൊക്കെയാണ് അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് നിമിത്തമായി മാറുക. അതുകൊണ്ടാണ് പല പണ്ഡിതന്മാരും പിന്നീട് തന്റെ വിശ്വാസം മാറ്റി അഹ്ലുസുന്നയിലേക്ക് മടങ്ങിയത്. ഇമാം അശ്അരി തൗബ ചെയ്ത് മടങ്ങിയ ആളാണ്. ഫഖ്റുദ്ദീൻ റാസി തൗബ ചെയ്ത് മടങ്ങിയ ആളാണ്. അബൂ ഹാമിദ് അൽ ഗസ്സാലി തൗബ ചെയ്ത് മടങ്ങിയ ആളാണ്. അബുൽ മആലി അൽ ജുവൈനി തൗബ ചെയ്ത് മടങ്ങിയ ആളാണ്. അങ്ങനെ ധാരാളം പണ്ഡിതന്മാർ തനിക്ക് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായപ്പോൾ അത് ഒഴിവാക്കി മടങ്ങി വന്നു. എന്നാൽ രണ്ടാമത് കർമ്മ മേഖലകളാണ്. കർമ്മ മേഖലകളിൽ രണ്ടു തരത്തിലുണ്ടാകാം. ഒന്ന് ഇബാദാത്തുകൾ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ദിക്ർ, ദുആ, സ്വലാത്ത് തുടങ്ങിയ കാര്യങ്ങൾ. അതിൽ എന്താണോ എങ്ങനെയാണോ പഠിപ്പിച്ചത് അതേപടി ചെയ്തോളണം. അതിൽ കൂട്ടിച്ചേർക്കാൻ അധികാരമില്ല, എടുത്തൊഴിവാക്കാൻ അധികാരമില്ല. എന്നാൽ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ കാര്യമായി വരിക ആ വിഷയം നബി പഠിപ്പിച്ചോ ഇല്ലേ എന്ന തർക്കമാണ്. ഒരു ഹദീസ് വന്നു, ആ ഹദീസ് സ്വഹീഹാണെന്ന് ഒരാൾക്ക് മനസ്സിലായി, അദ്ദേഹം അതുപ്രകാരം പറയും. സ്വഹീഹ് അല്ല എന്ന് മറ്റൊരു പണ്ഡിതൻ മനസ്സിലാക്കി, അദ്ദേഹം ആ ഹദീസ് ഇല്ല എന്ന രൂപത്തിൽ സംസാരിക്കും. അതാണ് അഭിപ്രായ വ്യത്യാസങ്ങളുടെ അസ്ൽ അവിടെ. ഉദാഹരണമായി, ഒരാൾ മരിച്ചാൽ ആ മരിച്ച ആൾക്ക് നോമ്പ് നോറ്റ് വിട്ടാൻ ബാക്കിയുണ്ട് എങ്കിൽ തന്റെ അവകാശികൾക്ക് ആ നോമ്പ് നോൽക്കാമോ ഇല്ലേ? ഒരു മസ്അലയാണ്. സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസിൽ കാണാം, മൻ സ്വാമ വഅലൈഹി സിയാമുൻ സ്വാമ അൻഹു മൻ മാത വഅലൈഹി സിയാമുൻ സ്വാമ അൻഹു വലിയ്യുഹു. ഒരാൾ മരിച്ചു, അവന് നോമ്പ് ബാക്കിയുണ്ട്, ആ നോമ്പ് അവന്റെ വലിയ്യ് നോറ്റുകൊള്ളട്ടെ. ഇമാം ഷാഫി റഹിമഹുല്ലാ ആദ്യകാലത്ത് പറഞ്ഞു ഈ ഹദീസ് ദുർബലമാണ്, ദഈഫാണ്. അതുകൊണ്ട് മരിച്ച ആൾക്ക് വേണ്ടി നോമ്പ് നോക്കാൻ പാടില്ല. അയാൾക്ക് വേണ്ടി മുദ്ദ നൽകാം, ഭക്ഷണം ഫിദിയായി നൽകാം. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, എനിക്ക് അബദ്ധം പറ്റിയിരിക്കുന്നു, ആ ഹദീസ് സ്വഹീഹാണ്. അതുകൊണ്ട് മരിച്ച ആൾക്ക് വേണ്ടി നോമ്പ് നോറ്റ് വീട്ടാം. മരിക്കുന്നതിന് അവസാന സമയത്ത്, അവസാന വർഷങ്ങളിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, അല്ല, എനിക്ക് വീണ്ടും അബദ്ധം പറ്റി, ആ ഹദീസ് സ്വഹീഹ് അല്ല, അതുകൊണ്ട് നോമ്പ് നോൽക്കാവതല്ല. ഇമാം ഷാഫി മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് ആ നിലപാടാണ്. എന്നാൽ ആ ഹദീസ് സ്വഹീഹാണ്. ഇമാം ഷാഫിയുടെ ആദ്യത്തെ അഭിപ്രായം ശരിയല്ല, മൂന്നാമത്തെ അഭിപ്രായവും ശരിയല്ല, രണ്ടാമത്തെ അഭിപ്രായം ശരിയാണ്. നബി ഇമാം റഹിമഹുല്ലാ സ്വഹീഹ് മുസ്ലിമിന്റെ വ്യാഖ്യാനത്തിൽ ശർഹ് മുസ്ലിമിൽ പറഞ്ഞു, ഇമാം ഷാഫി അവസാനം മാറ്റിയത് ശരിയായില്ല, അദ്ദേഹം നേരത്തെ പറഞ്ഞ നിലപാടാണ് ശരി. അപ്പൊ ഈ വ്യത്യാസം എന്തുകൊണ്ട് വന്നു? ഒരു ഹദീസിന് ശരിയാണോ ശരിയല്ലേ എന്ന് മനസ്സിലാക്കുന്നതിനടുത്ത് വരുന്ന വീക്ഷണ വ്യത്യാസങ്ങൾ. പെരുന്നാൾ നിസ്കാരത്തിലേക്ക് സ്ത്രീകളടക്കം പറഞ്ഞയക്കണമെന്ന ഹദീസ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, അങ്ങനെ ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഫീഹി അന്ന നിസാ യുത്റകന ഈദൈനി, സ്ത്രീകളെ രണ്ട് പെരുന്നാളിലേക്ക് പറഞ്ഞയക്കണമെന്ന് പറഞ്ഞ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു.
അത് സ്ഥിരപ്പെട്ട ഹദീസാണോ അല്ലേ എന്ന് എനിക്കറിയില്ല. സ്ഥിരപ്പെട്ട ഹദീസാണെങ്കിൽ അതുപ്രകാരം ഞാൻ പറയുമായിരുന്നു. അപ്പൊ ഇമാം ഷാഫിക്ക് മരിക്കുമ്പോഴും ആ വിഷയത്തിൽ ഒരു തീരുമാനം പറയാൻ പറ്റിയിട്ടില്ല എന്നർത്ഥം. എന്നാൽ ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും സ്വീകരിച്ചു ഇമാം ഷാഫിക്ക് ശേഷം. ഇമാം ഷാഫി മരിക്കുമ്പോൾ ഇമാം ബുഖാരിക്ക് 10 വയസ്സാണ്. ഇമാം ഷാഫി മരിച്ച ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇമാം മുസ്ലിം ജനിക്കുന്നത്. അവർ രണ്ടുപേരും സ്വീകരിച്ചു, മുസ്ലിം ലോകം ഒന്നിച്ച് അംഗീകരിച്ചു. എന്നാൽ ഹദീസിനെ പറ്റിയാണ് ഇമാം ഷാഫി പറഞ്ഞത് സ്ഥിരപ്പെട്ടതായിരുന്നുവെങ്കിൽ ഞാൻ പറയുമായിരുന്നു. ഇമാം ബൈഹഖി ഉദ്ധരിച്ചിട്ടുണ്ട്, ഫത്ഹുൽ ബാരി ഇമാം അസ്ഖലാനി അത് എടുത്തുദ്ധരിച്ചിട്ടുമുണ്ട്. അപ്പൊ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. ഇനി കർമ്മരംഗത്ത് രണ്ടാമത്തെ ഏരിയ ക്രയവിക്രയങ്ങൾ, ഇടപാടുകളാണ്. അവിടെ സ്വാഭാവികമായും ഗവേഷണങ്ങൾ വരും. ഒരു സംഗതി ഹറാമാണോ ഹലാലാണോ എന്ന ഗവേഷണങ്ങൾ വരും. ആ ഗവേഷണങ്ങളിൽ ഓരോ പണ്ഡിതനും ബോധ്യമായത് അദ്ദേഹം പറയും. അതൊരു പക്ഷെ അബദ്ധമായിരിക്കാം. അത് അബദ്ധമാണെങ്കിൽ ഗവേഷകന് ഒരു കൂലി കിട്ടും. സുബദ്ധമാണെങ്കിൽ ഗവേഷകന് 2 കൂലിയും കിട്ടുമെന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. അതിന് നമ്മൾ സ്വീകരിക്കുന്ന നിലപാട് എത്ര വലിയ അഭിപ്രായം പറഞ്ഞാലും അതിന് പ്രമാണം കൊണ്ട് യോജിക്കുന്ന അഭിപ്രായം ഏതാണോ ആ അഭിപ്രായം മാത്രമാണ് സ്വീകരിക്കേണ്ടത്. അല്ലാത്തത് അയാളുള്ള എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ആ വിഷയത്തെ അദ്ദേഹം പറഞ്ഞത് ശരിയല്ല എന്ന് തീരുമാനിക്കാം. സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ അസ്ലാത്തു ഖൈറും എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമില്ല, ഞാൻ വെറുക്കുന്നു എന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാ കിതാബുൽ ഉമ്മിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി ഇമാം റഹിമഹുല്ലാ പറഞ്ഞു അത് ശരിയല്ല, ഹദീസ് സ്ഥിരപ്പെട്ട കാര്യമാണ്, അതുകൊണ്ട് സുബഹിയുടെ ബാങ്കിൽ അസ്ലാത്തു ഖൈറും എന്ന് പറയണം. അവിടെ ഇമാം ഷാഫിയുടെ അഭിപ്രായത്തെ മാറ്റിവെച്ചുകൊണ്ട് ശരിയായ നിലപാടിലേക്കും മാറി മുസ്ലിം ലോകം. അതാണ് നിലപാട്. എന്നാൽ അഭിപ്രായ വ്യത്യാസത്തിന് ഒരു പഴുതുമില്ലാത്ത, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ലാത്ത വിഷയങ്ങൾ, അല്ലാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, തർക്കം ഉണ്ടാകാൻ പറ്റൂ. അല്ല മഹാന്മാരോടും തേടാം, തർക്കം ഉണ്ടാകാൻ വകുപ്പേയില്ല. ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് ഒരു കൂട്ടം, അല്ല ലോകം നിയന്ത്രിക്കുന്നത് CM ആണ്, തർക്കം ഉണ്ടാകാൻ പറ്റുമോ? ഇല്ല. അത്തരം വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ തന്നെ പാടില്ല. പിന്നെ എന്തുകൊണ്ടുണ്ടാകുന്നു? സ്വാർത്ഥ താല്പര്യങ്ങൾ, ദുന്യവിയായ ഉദ്ദേശങ്ങൾ, അതല്ലെങ്കിൽ ബോധപൂർവം ഉണ്ടാക്കുന്ന ചില തൽപര കക്ഷികളുടെ ചില പരിശ്രമങ്ങൾ, അതൊക്കെയാണ് അത് നിമിത്തമായി മാറുക. അത് ആക്ഷേപിതമാണ്. അവിടെ ഈ പറയപ്പെട്ട ഒരു നിലക്കുമുള്ള ബഹുമാനാദരവുകൾ ആ അഭിപ്രായത്തോട് നമ്മൾ സ്വീകരിക്കാവുന്നതുമല്ല. തള്ളിക്കളിയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഖവാരിജുകളുടെ, ഷിയാക്കളുടെ, ആ നിലയ്ക്ക് വന്ന പേഴ്ച കക്ഷികളുടെ അഭിപ്രായങ്ങളെ മുസ്ലിം ലോകം സ്വീകരിച്ചിട്ടില്ല. അവരുമായി വാദപ്രതിവാദം നടത്തി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയാണ് ഈ സമുദായത്തിൽ ആദ്യമായി സംവാദം നടത്തിയ ആൾ. സ്വഹാബിയാണ് അദ്ദേഹം. ഖവാരിജുകളുമായി അദ്ദേഹം സംവദിച്ചു. ഇമാം ഷാഫി റഹിമഹുല്ലാ സംവാദം നടത്തിയ ആളാണ്. അബൂ ഹനീഫ ഇമാം സംവാദം നടത്തിയ ആളാണ്. ഇമാം ഷാഫിയെ കുറിച്ച് ചരിത്രത്തിൽ കാണുന്നത് ഇമാം ഷാഫി വളരെ ശാന്ത സ്വഭാവക്കാരനായിട്ട്, വളരെ ശാന്തനാണ്. എന്നാൽ ഇമാം ഷാഫി സംവാദ വേദിയിലേക്ക് എത്തിയാൽ കാന കഅന്നഹു അസദുൻ യസിബ്, ചാടി വീഴുന്ന സിംഹത്തെ പോലെയായിരുന്നു സംവാദ വേദികളിൽ ഇമാം ഷാഫി. കാരണം എന്താ? എതിരാളുടെ അഭിപ്രായം തെറ്റാന്ന് ബോധ്യമുണ്ട്. ആ തെറ്റിനെ തെറ്റായി ബോധ്യപ്പെടുത്താനാണ് അവിടെ ശ്രമിക്കുക. ഇമാം അഹ്മദ് സംവാദം നടത്തിയിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പിഴച്ച ഒരുപാട് സംഘങ്ങളുമായി സംവാദം നടത്തിയിട്ടുണ്ട്. ധാരാളം പണ്ഡിതന്മാർ. ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് സംവാദ രംഗത്ത് ഒരു പുതിയ ശൈലി പരിചയപ്പെടുത്തിയാണ്. ഇബ്നു ഖുദാമയെ പറ്റി ഇബ്നു തൈമിയ്യ അടക്കം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രത്യേകത സംവാദ രംഗത്ത് എങ്ങനെ വന്നാലും അദ്ദേഹം ദേഷ്യം പിടിക്കാറില്ല. എതിരാളികളെ എങ്ങനെ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിച്ചാലും, എത്ര പ്രലോഭനങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തിയാലും, എങ്ങനെ പ്രകോപിപ്പിച്ചാലും ശരി, അദ്ദേഹം ദേഷ്യം പിടിക്കൂല. സൗമ്യമായി ശാന്തമായി അദ്ദേഹം ചോദ്യങ്ങൾ നേരിടുമെന്ന് ഇബ്നു ഖുദാമയുടെ പ്രത്യേകതയായി ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അടക്കം എടുത്തു പറഞ്ഞത് കാണാൻ കഴിയും. അപ്പൊ അത്തരം രീതികൾ ലോകത്ത് പലരും സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. അപ്പൊ ആ അഭിപ്രായ വ്യത്യാസങ്ങളോട് ഈ നിലക്കാണ് നമ്മൾ സമീപനം സ്വീകരിക്കേണ്ടത്. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളെയും ഒരേപോലെയല്ല കാണേണ്ടത്. ന്യായമായ, അതിന് വകുപ്പുള്ള, ഉണ്ടാകാൻ അനുവാദമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണെങ്കിൽ ആ എല്ലാ അഭിപ്രായങ്ങളെയും മാനിക്കുകയും ഏറ്റവും ശരിയായതിനെ സ്വീകരിക്കുകയുമാണ് വേണ്ടത്. എന്നാൽ വകുപ്പില്ലാത്ത അഭിപ്രായ വ്യത്യാസങ്ങളാണോ അവിടുത്തെ അഭിപ്രായ വ്യത്യാസങ്ങളെ മാനിക്കേണ്ടതില്ല, തള്ളിക്കളയുകയും ശരിയായ അഭിപ്രായത്തെ സ്വീകരിക്കുകയുമാണ് വേണ്ടത്.
അതാണ് മുൻഗാമികളായ പണ്ഡിതന്മാരെല്ലാം നമുക്ക് മാതൃകയായി കാണിച്ചു തന്നത് എന്നത് കൂടി നാം മനസ്സിലാക്കുക. ഏതായാലും അൽഹംദുലില്ലാഹ് ഈ സെഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ഏകദേശം ഒരു 2-2.5 മണിക്കൂർ സമയം അല്ലാഹുവിന്റെ ദീന് പറയാനും കേൾക്കാനുമാണ് നമ്മൾ വിനിയോഗിച്ചത്. അല്ലാഹു തആല നമ്മിൽ നിന്ന് ഇതെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് ഫിത്നകൾ വ്യാപകമായി വരുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മതനിരാസങ്ങൾ ഒരു ഭാഗത്ത്, മതം ഒഴിവാക്കി പോകുന്നവർ ധാരാളമായി, ഫാസിസ്റ്റ് ശക്തികളുടെ പ്രശ്നങ്ങൾ വേറെ, ഇതെല്ലാം ഇടയിൽ ജീവിക്കുമ്പോൾ അനിവാര്യമായും നമ്മുടെ ഈമാൻ സംരക്ഷിക്കാൻ വലിയ ജാഗ്രത നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഒന്ന് ഭൗതികമായ ശത്രുവാണെങ്കിൽ മറ്റൊന്ന് നമ്മുടെ ഈമാൻ തകർക്കുന്ന, പരലോകത്ത് നഷ്ടക്കാരായി മാറാൻ നിമിത്തമാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ശത്രുക്കളാണ്. രണ്ടിനെയും ആ നിലക്ക് നമ്മൾ നോക്കിക്കാണുക. മതം നമ്മൾ ആത്മാർത്ഥമായി പഠിക്കുക. ശരിയായ സ്രോതസ്സിൽ നിന്ന് ശരിയായ വഴിയിൽ നാം ദീനു പഠിക്കാൻ പരിശ്രമിക്കുക. എപ്പോഴും ജീവിതത്തിൽ ദീനിന്റെ ഒരു പഠിതാവായി, ഒരു മതവിദ്യാർത്ഥിയായി മരിക്കുന്നവരെ നിലകൊള്ളാനാണ് നാം പരിശ്രമിക്കേണ്ടത്. ധാരാളം സംവിധാനങ്ങൾ നമുക്കിന്നുണ്ട്. പീസ് റേഡിയോ പോലെ, നേർവഴി പോലെ, അഹ്ലുസുന്ന ആദർശ കോഴ്സ് പോലെ, നമ്മുടെ വിസ്ഡം ഓർഗനൈസേഷൻ ഔദ്യോഗികമായി നടപ്പാക്കുന്ന സംവിധാനങ്ങൾ, അതേപോലെ സോഷ്യൽ മീഡിയകളിൽ ധാരാളം നമ്മുടെ പ്രഭാഷണങ്ങളും ഖുത്ബകളും ക്ലാസുകളും എല്ലാം നമുക്ക് ലഭ്യമാണ്. അതൊക്കെ ഉപയോഗപ്പെടുത്തി പരമാവധി ദീനു പഠിക്കാൻ നാം പരിശ്രമിക്കുക. സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ദീനിന്റെ അധ്യാപനങ്ങളെ നമ്മുടെ വകയായി വ്യാഖ്യാനിക്കാനോ വളച്ചൊടിക്കാനോ പരിശ്രമിക്കാതിരിക്കുക. വിശുദ്ധ ഖുർആനിനെ, തിരുസുന്നത്തിനെ അഥവാ പ്രമാണങ്ങളെ മുൻഗാമികളായ സലഫ് സ്വാലിഹുകൾ, അഹ്ലുസുന്നയുടെ നേതാക്കന്മാർ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുകയും അതിനെ സമീപിക്കുകയും ചെയ്തത്, ആ നിലയ്ക്ക് തന്നെ സമീപിക്കാൻ നാം പരിശ്രമിക്കുക. റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അല്ലാഹുവേ, ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ എന്ന പ്രാർത്ഥന അതിപ്രധാനമാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്ന പ്രാർത്ഥന അതിപ്രധാനമാണ്. അത്തരം പ്രാർത്ഥനകളെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക. ഈമാനോടെ മരിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിത അവസാനം വരെ അല്ലാഹുവിന്റെ ദീനു പ്രകാരം ജീവിതം ക്രമീകരിക്കാനും ഈമാനോടെ മരിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനം അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാഇന്റെ, സിദ്ദീഖുകളുടെ, ശുഹദാഇന്റെ, സ്വാലിഹീകളുടെ കൂടെ ഒരിടം നൽകി സാധുക്കളായ ദുർബലന്മാരായ നമ്മെ അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലി വസഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.